നമസ്കാരം. മാതൃഭൂമിയും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ചാമ്പ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കുന്ന വെബിനാറിന്റെ സെക്കൻഡ് സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് രണ്ടാമത്തെ സെഷനാണ്. ആദ്യത്തെ സെഷൻ 11-ാം തീയതി ശ്രീ സുഭാഷ് ചന്ദ്രനും ശ്രീമതി അനിത നായരും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ആ സെഷൻ നടത്തിയത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ സെഷനാണ്. ഈ വെബിനാർ കൊണ്ട് അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചർ ചാമ്പ് എന്ന പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എല്ലാവരും സാഹിത്യം ആസ്വദിക്കുന്നവരാണ്, സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഒരു കരിയർ എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം സാഹിത്യവുമായി ചേർത്ത് വെക്കുമ്പോൾ അതിനൊരു സൈഡിൽ കൂടെ കൊണ്ടുപോകാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറ്. അതല്ലാതെ അത് നമ്മുടെ ജീവിത മാർഗമായി എടുക്കാനൊക്കെ ആളുകളിൽ പൊതുവെ ഒരു സംശയമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ലിറ്ററേച്ചറും കരിയറും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നത് തേടുകയാണ് ഈ ലിറ്ററേച്ചർ ചാമ്പ് എന്ന പരിപാടിയിലൂടെ മാതൃഭൂമിയും അമൃത വിശ്വവിദ്യാപീഠവും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പരിപാടിയുടെ രണ്ടാമത്തെ സെഷനാണ് ഇന്ന്. വളരെ അഭിമാനത്തോടെ ഈ ഒരു സെഷനിൽ നമുക്ക് പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തുകയാണ്. മാതൃഭൂമിയെ സംബന്ധിച്ച് സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും ആ അഭിമാനബോധത്തോടെ തന്നെയാണ് ഇങ്ങനെ ഈ കരിയറും ലിറ്ററേച്ചറും ഒന്നിച്ചെങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചൊരു ചർച്ച അല്ലെങ്കിൽ ഒരു സംവാദ പരിപാടിയൊക്കെ മാതൃഭൂമി സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷനിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും മാതൃഭൂമി കുടുംബത്തിന്റെ ഒരു ഭാഗം കൂടിയായ ശ്രീ സബിൻ ഇക്ബാലാണ് ആദ്യത്തെ പാനലിസ്റ്റ്. വെൽക്കം സബിൻ. ഒപ്പം മലയാളത്തിൽ നിന്ന് ഈ സാഹിത്യത്തിന്റെ സാധ്യതകൾ, സാഹിത്യം എങ്ങനെയാണ് നമ്മുടെ ഒരു തൊഴിലിന്റെ ഭാഗമാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെ വരെയൊക്കെ എത്താം എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ മലയാളികൾക്ക് അഭിമാനത്തോടെ, വളരെ വളരെ അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു പേരാണ് ശ്രീമതി കാർത്തിക വി കെ. കാർത്തിക വി കെ ഇന്ന് നമ്മളോടൊപ്പം ഈ പാനലിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയെ സംബന്ധിച്ച് മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിന്റെ ഒക്കെ ഭാഗമായി കാർത്തിക എത്തുമ്പോഴാണ് പലരും സത്യത്തിൽ കാർത്തിക പേരുകൊണ്ട് മലയാളിയാണെങ്കിലും എത്രത്തോളം മലയാളിയാണെന്ന് മനസ്സിലായത്. വളരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി കാർത്തിക വി കെ. ഒപ്പം നമ്മളോടൊപ്പം ഉള്ളത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ഭാഗമായി ഈ സെഷനിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീമതി ബീനയാണ്. ശ്രീമതി ഡോക്ടർ ബീന എസ് നായർ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് വൈസ് ചെയർപേഴ്സൺ, അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, അമൃതപുരി. ബീന മാമിന് ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള പല സാധ്യതകളും നമുക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന് ഉറപ്പാണ്. ഇത്രയും നാളത്തെ ശ്രീമതി ബീനയുടെ ഒരു പ്രവർത്തന പരിചയം കൊണ്ട്, അനുഭവത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ നമുക്ക് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസപരമായി എന്ന് പറഞ്ഞു തരാൻ കഴിയും. വളരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ബീന എസ് നായർ. അപ്പൊ നമുക്കിനി കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരിട്ട് ഈ സെഷനിലേക്ക് കടക്കാം. ആദ്യം ശ്രീ സബിൻ ഇക്ബാലാണ് സംസാരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ നോവലുകൾ ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതുന്നത്. ഒപ്പം കൊച്ചി മുസ്ലിസ് ബിനാലയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ കുടുംബാംഗമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മാതൃഭൂമി ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്, ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന വളരെ അംബീഷ്യസ് ആയ ഒരു പ്രോജക്റ്റുമായി മാതൃഭൂമി മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ മുൻനിരയിൽ നിന്ന് രണ്ട് എഡിഷനെയും നയിച്ച ആളാണ്. ഡയറക്ടർ ആയിരുന്നു, ക്യൂറേറ്റർ ആയിരുന്നു. വളരെ വളരെ സന്തോഷത്തോടെ മൂന്ന് സെഷൻ, ശരിയാണ്, സോറി. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ സബിൻ ഇക്ബാൽ. എന്തൊക്കെയാണ് സാഹിത്യം നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുന്ന സാധ്യതകൾ? സാഹിത്യത്തെ നമ്മളൊരു സൈഡിൽ നിർത്തേണ്ടതുണ്ടോ, അതോ നമുക്ക് മുന്നേ തന്നെ കൊണ്ട് നിർത്താൻ കഴിയുമോ നമ്മുടെ കുട്ടികൾക്ക് എന്ന വിഷയത്തിൽ നമുക്ക് വിശദമായി തന്നെ സബിന്റെ വാക്കുകൾ കേൾക്കാം. താങ്ക് യു ശ്രീജ. ഇങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ കാർത്തികപ്പോൾ ഒരാളിരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഈ സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടൂലായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ. I grew up in a family with full of books. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ, ഈസ് വക്കം മൗലവി. We owned one of the earliest newspapers in Kerala, Swadesh Abhimani. അപ്പോൾ that is my family. So അപ്പോൾ എല്ലാ വീട്ടിലും പുസ്തകവും വായനയും ഒരു ഭാഗമാണ്. But when I was doing my pre-degree, I got
ക്രിക്കറ്റ്. ഐ വാസ് എ ഫുൾ ടൈം ക്രിക്കറ്റ് പ്ലെയർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഡിഗ്രിക്ക് പോകുന്ന സമയപ്പോഴൊന്നും മാർക്കൊന്നും ഇല്ല. അപ്പോൾ നാച്ചുറലി ലിറ്ററേച്ചർ മാത്രമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. കാരണം എനിക്ക് എഴുതാനും വായിക്കാനും ഇഷ്ടമായിരുന്നു. പക്ഷെ അതിലൊരു കരിയർ എന്നുള്ളത് അന്നൊന്ന് ഓണസ്റ്റ്ലി ചിന്തിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്നോ. എൻ്റെ കൂടെയുള്ളവരെല്ലാം എൻട്രൻസ് എഴുതി എഞ്ചിനീയറും ഡോക്ടേഴ്സും അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നത് ലിറ്ററേച്ചർ മാത്രമാണ്. ബിക്കോസ് എൻ്റെ ഫാദറും മദറും ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ആണ്. അപ്പോൾ ആ ഒരു ലൈനാണ്, നാച്ചുറലാണ്. ഫോർ മീ എൻ്റെ സിസ്റ്റർ ലിറ്ററേച്ചറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എനിക്കൊരു നാച്ചുറൽ വേ ആണ്. പക്ഷേ ഞാൻ ആ പഠിക്കുമ്പോഴും ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത് കൊല്ലം ഫാറ്റിമ കോളേജിലാണ്. അവിടെയും എന്നെ പ്രൊഫസേഴ്സ് അധികം കണ്ടിട്ടില്ല. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരിക്കും. then I managed to stay to പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് എത്തിയത്. അവിടെയും പിന്നെ എനിക്ക് അക്കാഡമിക് ബ്രില്യൻസ് ഇല്ലായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് ബുക്സും വായനയും ഇല്ലാതെ ഒന്നും അതെന്റെ പാർട്ടായിരുന്നു. വായിക്കുക, എഴുതുക. ഐ വാസ് ട്രൈങ് ടു റൈറ്റ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് ആ ഒരു ഇംഗ്ലീഷിലേക്ക് എഴുതുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം തൊട്ടേ. പക്ഷെ അത് എഫേർട്ട് ഇടുമായിരുന്നു. ബ്രിട്ടീഷ് കൗൺസിൽ പോലെയുള്ള അന്നുണ്ട്, ട്രിവാൻഡ്രത്ത് ബ്രിട്ടീഷ് കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോവുകയും വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഇരുന്ന് എഫേർട്ട് എടുത്ത് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പഠിത്തം, ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ. അത് കഴിഞ്ഞിട്ടും എന്താണെന്ന് അറിയില്ല, നല്ല മാർക്കില്ല. എനിക്ക് ടീച്ചിങ്ങിലേക്ക് പോകാൻ UGC എഴുതാനുള്ള പെർസെൻറ്റേജ് ഒന്നും ഇല്ല മാർക്ക്. അപ്പൊ അത് പറ്റില്ല. ദെൻ നാച്ചുറലി ജേർണലിസം എൻട്രൻസ് എഴുതുന്നു, ജേർണലിസത്തിലേക്ക് വരുന്നു, ജേർണലിസം ഡിപ്പാർട്ട്മെന്റ് ജോയിൻ ചെയ്യുന്നു. അതങ്ങനെ ജേർണലിസം കരിയറിലേക്ക് വരുന്നു. ഇനി ഇവിടെ എങ്ങനെയാണ് ലിറ്ററേച്ചർ എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഫോർ മീ ലിറ്ററേച്ചർ പോലെ ഒരു ഹ്യൂമൻ മൈൻഡ്, ജീവിതം എന്താണെന്ന് തുറന്നു കാണിക്കുന്ന ഒരു 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 പഠന വിഷയം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സയൻസും അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളുടെ മെറിറ്റ് ഒരിക്കലും എടുത്ത് കളയാതെ തന്നെ ഞാൻ പറയാം, ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന എക്സ്പോഷർ ടു ദ ഹ്യൂമൻ മൈൻഡ്, അല്ലെങ്കിൽ റൈറ്റ് ഫ്രം സെഞ്ച്വറീസ് ബാക്ക് ടിൽ നൗ, നമ്മളിപ്പോൾ കണ്ടംപററി ലിറ്ററേച്ചർ വായിക്കുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ പഴയ നമ്മൾ ഷേക്സ്പിയറിനും അതിൻ്റെ മുന്നും ഒക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ ടു ദി ഹ്യൂമൻ എവല്യൂഷൻ, ഹ്യൂമൻ ഇമാജിനേഷൻ, ഹ്യൂമൻ സഫറിങ്, ഹ്യൂമൻ സൊസൈറ്റൽ ഡെവലപ്മെന്റ്, ഇതൊന്നും വേറൊരു ടോപ്പിക്ക് പഠിച്ചാൽ കിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. ഇപ്പോൾ വേറെ ബ്രില്യൻ കരിയർ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം സയന്റിസ്റ്റുകൾക്ക് ലിറ്ററേച്ചർ പഠിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു പഠനം എന്നുള്ള രീതിയിൽ ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻലൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ലാംഗ്വേജിന് കിട്ടുന്ന ഒരു ഫെലിസിറ്റി ഒന്നും വേറൊന്നിനും കിട്ടുന്നെന്ന് ഞാൻ തോന്നുന്നില്ല. അപ്പൊ അതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിൽ വയ്ക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നമ്മൾ കാണുന്നത് ലിറ്ററേച്ചർ ഒന്നും കിട്ടിയില്ലെങ്കിൽ ലിറ്ററേച്ചർ വരുന്നു, ലിറ്ററേച്ചർ കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ഒരു കരിയർ മാത്രമാണ് മുന്നിൽ എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും ഈ ലിറ്ററേച്ചർ സ്റ്റഡീസിനെ കാണുന്നത്. അല്ലെങ്കിൽ കൃത്യമായി അക്കാഡമിക് രീതിയിലേക്ക് കഴിഞ്ഞു പോയും അക്കാഡമിക് റൈറ്റിംഗിലേക്ക് പോവുകയും വെറും അക്കാഡമിക് സർക്കിൾസിൽ മാത്രം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാധനം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തികളിൽ ഒന്നാണ് കാർത്തികയൊക്കെ വരുന്ന കരിയറിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ പബ്ലിഷിംഗ് എന്ന് പറയുന്ന ലോകത്തുണ്ടാവുന്ന പല ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെ നമുക്ക് കാർത്തിക സംസാരിക്കും. അപ്പൊ അറിയാം കുട്ടികൾ ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കളിച്ച് നടന്ന ഒരാൾക്ക് ഇന്നിപ്പോ ഞാൻ ജീവിക്കുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുന്നു. എനിക്ക് ലിറ്ററേച്ചർ കുറച്ചെങ്കിലും അറിയുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് ലിറ്ററേച്ചർ ക്യൂറേറ്റ് ചെയ്യാനും അവരെ കുറിച്ചൊക്കെ അറിയാനും ഒക്കെ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമത് എഴുതാൻ പറ്റുന്നത്, ഇപ്പം ഞാനിപ്പോ കുറെ കാലം ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്തൊരു ജേർണലിസ്റ്റാണ്. അപ്പം എനിക്ക് പല സ്ഥലത്തും ട്രാവൽ ചെയ്യാനും എഴുതാനും ഒക്കെ, ഞാൻ സ്പോർട്സ് ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്.
ഉണ്ടായിരിക്കുമ്പം എൻ്റെ ലാംഗ്വേജിനെ ശരിക്കും ഷേപ്പ് ചെയ്തത് സാഹിത്യം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് പറയാം ഒരു പരിധി വരെ. ഞാൻ എടുത്ത എഫേർട്ടും ഉണ്ട് അതിനകത്ത്, ഇല്ലാന്ന് പറയുന്നില്ല. എനിക്ക് ഇപ്പോൾ ക്ലാസ് റൂംസിൽ നിന്ന് കിട്ടിയ മാത്രമല്ലല്ലോ, നമ്മൾ വായിക്കുകയും എഴുതുകയും കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ 50 വയസ്സൊക്കെ കഴിഞ്ഞ് എന്നിട്ടും എഴുതാൻ പറ്റൂല, എഴുതിയ കാർത്തിയെ പോലുള്ള ഒരു കീറിക്കളയും എഡിറ്റ് ചെയ്ത് തിരിച്ചേക്കും. അപ്പൊ ഇപ്പോഴും എഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഫിക്ഷൻ എഴുതേണ്ടത്, എങ്ങനെയാണ് ഒരു ക്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിക്കുക. അപ്പം ലിറ്ററേച്ചർ ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം സാഹിത്യവും ജീവിതവും ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്കൊരു ഫിസിക്സിന്റെ ഇക്വേഷൻ പഠിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ സാഹിത്യം പഠിച്ചുകൊണ്ട് തന്നെയാണ്. See, when we go through personal problems അല്ലെങ്കിൽ difficult times, sometimes these stories help us. These great writers will help us and help us to go on, encourage us. എന്നെ സംബന്ധിച്ചോളാം, I've been through എനിക്ക് പേഴ്സണൽ ട്രാജഡീസ് എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷെ എന്നെ എപ്പോഴും ഹോപ്പ്ഫുൾ ആക്കുന്നത് ഈ സാഹിത്യം ഞാൻ വായിച്ചിട്ടുള്ളതും ഞാൻ ആദ്യം വായിക്കുന്നത് അറിയാതെ എടുത്തുപോയതാണ്. എൻ്റെ ഫാദറിന്റെ ലൈബ്രറിയിൽ നിന്ന് ഹെസയാണ്, സിദ്ധാർത്ഥയാണ്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സിദ്ധാർത്ഥ വായിച്ചിട്ട്. ഹെസയുടേത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ, അന്ന് 10ലോ 8ലോ പഠിക്കുമ്പോൾ ഞാൻ ഹെസയാണ് വായിക്കുന്നത്. അപ്പൊ അന്ന് തുടങ്ങിയ പിന്നെ സാത്രയിൽ പോയി അങ്ങനെയൊക്കെ പോയ വായന എങ്ങും എത്തിയില്ല ശരിക്കും പറഞ്ഞ. പിന്നീടാണ് എനിക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ കോണ്ടംപററി ഫിക്ഷൻ വായിക്കാനും പോയട്രി വായിക്കാനും അതിൽ നിന്നുള്ള ഒരു ഊർജം കിട്ടാനും തുടങ്ങി. ഇപ്പം ഞാനിപ്പോൾ ഒരു ജേർണലിസ്റ്റാണ്, ജേർണലിസ്റ്റ് ടേൺ ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ആണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ എന്നെ ഡിഫൈൻ ചെയ്തത്. അപ്പം അങ്ങനെ വരുന്നതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാഹിത്യം തന്നെയാണ്. അതിനകത്ത് ഇന്നിപ്പോൾ ഒരു ക്യൂറേഷൻ, ഫെസ്റ്റിവൽ ക്യൂറേഷൻ എന്ന് പറയുന്ന ഒരു കരിയർ തന്നെ വരുന്നതും എന്നെ സംബന്ധിച്ചോളം ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൈമാറും. താങ്ക് യു സോ മച്ച്. അത് അത്ര ചെറിയൊരു കരിയർ അല്ല എന്നത് അത് അടുത്ത് നിന്ന് കണ്ട ഒരാളെന്ന നിലയിൽ നമുക്കറിയാം. ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മുഴുവൻ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തിക്കുക, അവരെ നമ്മുടെ മലയാളികൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുക, അത് ബെസ്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ എത്ര നാൾ നീളുന്ന ഒരു അധ്വാനം അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ക്യൂറേഷന് പിന്നിലുണ്ട് എന്ന് തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്റെ ആ ഒരു അഡ്മിറേഷൻ കൂടി ഈ സമയത്ത് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് ഇപ്പോ ശ്രീ സബിൻ ഇക്ബാൽ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിന്റെ ഏറ്റവും അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ വെക്കാവുന്ന ഒരു പബ്ലിഷർ. എന്താണ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുള്ള ഈ ബുക്ക് പബ്ലിഷിംഗ് ആണ്. പക്ഷെ ഒരു പബ്ലിഷർ എന്ന് പറയുന്ന കരിയർ നമ്മൾ അത്രയ്ക്ക് നമുക്ക് കേട്ട് പരിചയമുള്ളതല്ല. പക്ഷെ ശ്രീമതി കാർത്തിക വി കെയെ സംബന്ധിച്ച് പെൻഗ്വിനിൽ തുടങ്ങി ഇപ്പോൾ ആമസോൺ കമ്പനിയായ വെസ്റ്റ്ലാൻഡിൽ എത്തി നിൽക്കുന്ന ഒരു പബ്ലിഷർ, സക്സസ്ഫുൾ പബ്ലിഷറാണ്. നമ്മൾ വായിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന പല ബുക്കുകളും തെരഞ്ഞെടുത്ത ആൾ, ആ വിരലുകൾ നേരത്തെ സബിൻ പറഞ്ഞതുപോലെ തന്നെ കളഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുത്ത് നമുക്ക് മുന്നിൽ ബെസ്റ്റ് എത്തിച്ച ഒരാളാണ്. അതെ, കണ്ടെത്തി അത് നമുക്ക് മുന്നിൽ ഏറ്റവും നന്നായി അവതരിപ്പിക്കുക എന്നുള്ള വലിയ കാര്യം ചെയ്യുന്ന ഒരാളാണ് ശ്രീമതി കാർത്തിക വി കെ. ആൻഡ് നമുക്ക് വലിയ അത്ഭുതമാണ് അതെങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നത് എന്നതൊക്കെ അറിയാൻ വലിയ കൗതുകമുണ്ട്. സോ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാതൃഭൂമി വെരി വെരി പ്രൗഡ് ഈ പാനലിൽ ശ്രീമതി കാർത്തിക ഉള്ളത്. ആൻഡ് ഞങ്ങളോട് പറഞ്ഞു തരുമോ എങ്ങനെയൊക്കെയാണ് ഇത് ഒരു സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷെ അത് വായിക്കാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു കരിയർ പ്രോസ്പെക്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അത് ടീച്ചിങ്ങിലേക്ക് പോവാം, അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാക്സിമം നമ്മളൊക്കെ ഒരു ജേർണലിസത്തിലേക്ക് പോകും. അതിനപ്പുറത്തുള്ള സാധ്യതകളെ പറ്റി നമ്മൾ അത്ര കോൺഷ്യസ് അല്ല. എന്തൊക്കെയാണ് ആ സാധ്യതകൾ? ഒരു ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഓവർ ടു യു. താങ്ക് യു ശ്രീജ. സബിൻ പറഞ്ഞ പോലെ എന്റെയും കുറച്ചൊരു ആക്സിഡന്റൽ കരിയർ ആണ് കേട്ടോ. ഐ മീൻ സബിൻ ഫുള്ളി ആക്സിഡന്റൽ അല്ല, അക്കാഡമിക്സ് ആക്സിഡന്റൽ ആയിരുന്നു. എന്റെ അക്കാഡമിക്സ് ആക്സിഡന്റൽ ആയിരുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് ലിറ്ററേച്ചർ അല്ലാണ്ട് ഒന്നും പഠിക്കാൻ പോകണ്ടായിരുന്നില്ല. ഹിസ്റ്ററി ഓക്കെ ഫൈൻ മാനേജബിൾ എൻജോയ് ചെയ്തു, പക്ഷെ ലിറ്ററേച്ചർ ആണ് പഠിക്കണ്ടേ എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് സ്ത്രീകൾക്ക്, നോബഡി എക്സ്പെക്ട്സ് യു ടു ഗോ ഫോർ എ കരിയർ. ആ സമയത്ത് പർട്ടിക്കുലർലി ഞാൻ പറയണത് 80s അപ്പോൾ ആ പ്രഷർ ഉണ്ടായിരുന്നില്ല. ലിറ്ററേച്ചർ പഠിച്ചിട്ട് എന്താ ചെയ്യുക, ജോലി എങ്ങനെയാ കിട്ടുക, അതൊന്നും ആരും ചോദിക്കായിരുന്നില്ല. ബിക്കോസ് ഒബ്വിയസ്ലി ജോലി അല്ല പ്രയോറിറ്റി, കല്യാണമാണ് പ്രയോറിറ്റി. അപ്പൊ നമ്മൾ അങ്ങനെ ലക്കി ആയി പോയി.
ആൻഡ് ആക്ച്വലി മറ്റേ ഒരു സൈഡ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലക്കാണ്. ലക്കി ടു ബി ബോൺ ഇൻ ടു എ ഫാമിലി ദാറ്റ് റീഡ്സ്. അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഫാക്ടറാണ്. ഏത് കുട്ടിയുടെ ലൈഫിലും ബുക്സ് ഇല്ലാണ്ട് ജീവിക്കുന്ന കുട്ടികളുടെ ലൈഫും ഉള്ള വീട്ടില് ധാരാളം ബുക്ക് ഷെൽഫ്സും ഉള്ള കുട്ടികളുടെ വീടും വളരെ വ്യത്യാസം ഉണ്ടാവും. അത് ഐ ഗോട്ട് ലക്കി ബിക്കോസ് എൻ്റെ വീട് എൻ്റെ അമ്മ കുറേ വായിച്ചിരുന്നു ബുക്സ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി AH വീലർ എന്നുള്ള ബുക്സ് ഒക്കെ കിട്ടി, ഇതൊക്കെ വായിക്കും. അപ്പൊ മേടിച്ചു കൊണ്ടുവരും, വീട്ടിലുണ്ടാവും. പിന്നെ നമ്മള് ചെറുതാവുമ്പോൾ നമുക്ക് കുറെ ലൈബ്രറീസ് ആക്സസ് ചെയ്യാനുള്ള വഴി ഉണ്ടായിരുന്നു, ബിക്കോസ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പഠിച്ച സ്കൂളിൽ ആ സമയത്ത് റഷ്യൻ ബുക്സ് ധാരാളം വന്നിരുന്നല്ലോ ട്രാൻസ്ലേഷനിൽ. എന്റെ ജനറേഷനൊക്കെ അത് പഠിച്ചിട്ടും വായിച്ചിട്ടുമാണ് ലിറ്ററേച്ചർ അറിഞ്ഞത് എനിക്ക് തോന്നുന്നത്. അപ്പോ ധാരാളം ബുക്സ് ഉണ്ടായിരുന്നു റഷ്യൻ ട്രാൻസ്ലേഷൻ, ചീപ്പ് ബുക്സ്. അത് വായിച്ചിട്ടാണ് എന്റെ അക്വൈന്റൻസ് ഓഫ് ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഓഫ് കോഴ്സ് ആക്സിഡന്റലി നമ്മൾ എനറ്റ് ബ്ലൈറ്റനും അതൊക്കെ വായിക്കും. പിന്നെയാണ് ഈ വലിയ ടോംസ് അവിടെ ഇരിക്കുന്നുണ്ടാവും ലൈബ്രറിയിൽ. ആൻഡ് ക്വയറ്റ് ഫ്ലോസ് ദ ഡോൺ, മദർ എന്നൊക്കെ പറഞ്ഞിട്ട് 500 പേജിന്റെ മൾട്ടി വോള്യൂം ബുക്സ്. ഇതെന്താ ഇതിനകത്ത് നടക്കണേ, എന്ത് കഥയാ, എന്താ ഇതിന്റെ റിലവൻസ് ഒന്നും അറിയില്ല. പക്ഷെ വായിക്കാനുള്ള കൊതിയുണ്ട് നമ്മള് എല്ലാവരും. എനിക്ക് തോന്നുന്നത് കുറെ പേരുണ്ട് ആ ജനറേഷനിൽ അക്രോസ് ഇന്ത്യ. നമ്മളൊക്കെ ഈ ബുക്സ് വായിച്ചിട്ടാണ് വലുതായത്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഞാൻ വിചാരിക്കും എനിക്ക് പ്രൊനൗൺസ് ചെയ്യാനും കൂടി അറിയണ്ടായിരുന്നില്ല ആ പേരുകൾ, ഇപ്പോഴും അറിയില്ല. പക്ഷെ വായിക്കുന്നതിന്റെ രസത്തിൽ ഇങ്ങനെ വായിച്ചു പോകും. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മള് വെസ്റ്റേൺസ് വായിച്ചു തുടങ്ങി. ബിക്കോസ് ദാറ്റ് ഇസ് ദി ഓൾമോസ്റ്റ് എല്ലാ ലൈബ്രറിയിലും അമേരിക്കൻസും ബ്രിട്ടീഷും റഷ്യൻസും കൾച്ചറൽ ആ ഒരു ഓൺസ്ലോട്ട് ഉണ്ടായിരുന്നല്ലോ. നമ്മളെയൊക്കെ അവരുടെ കൾച്ചറൽ അടിമകളാന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അഫിലിയേറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ അവരൊക്കെ നല്ലോണം സ്റ്റോക്ക് ചെയ്തിരുന്നു ബുക്സ്. അപ്പോൾ റഷ്യൻ മദറിന്ന് ലൂയി ലമോറിന്റെ വെസ്റ്റേൺസും ഡസ്റ്റി ഫോഗ് ഒക്കെ വായിച്ചിട്ട് അഗൈൻ റീഡിങ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ്. ഇപ്പോ വായിക്കുമ്പോ ഡസ്റ്റി ഫോഗും വെസ്റ്റേൺസും അമേരിക്കൻ ഇന്ത്യൻസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോ എന്താ പറയാ, യു ഷോക്ഡ് അല്ലെ, നമ്മള് എന്താ ഇതൊന്നും കാണാഞ്ഞെന്ന്. അതിപ്പോ എനറ്റ് ബ്ലൈറ്റിന്റെ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടല്ലോ. അപ്പോ മാറ്റണം, ഗോലി വോഗ് എന്നുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, സാനിറ്റൈസ് ചെയ്യണം. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു സാനിറ്റൈസ് ദ പാസ്റ്റ്. നമ്മൾ ആ സമയത്ത് പ്രെജുഡിസസ് ഈ ബുക്സിൽ കാണുന്നുണ്ട്. അത് നമുക്കിപ്പോ വായിക്കുമ്പോൾ വി റെസ്പോണ്ട് ടു ഇറ്റ് ഡിഫറെന്റ്ലി. ആ സമയത്ത് വളരെ ഇന്നസെന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. ഇതൊക്കെ ഒരു എന്താ പറയാ മെച്യൂരിറ്റിയുടെ ഒരു ഫേസ് ആണ്. അത് ഇറ്റ് ഷുഡ് ബി ലെഫ്റ്റ് അലോൺ എന്നാണ് എന്റെ. എനിവേ ദാറ്റ്സ് എ ഡൈഗ്രഷൻ. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എന്റെ ഒരു ലക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ സമ്മർ വെക്കേഷനും നമ്മള് മുള്ളൂർക്കരയിൽ വരും. മുള്ളൂർക്കര തൃശ്ശൂർ ഒരു ഗ്രാമമാണ്. അവിടെ എൻ്റെ അമ്മൂമ്മയും മുത്തശ്ശനും താമസിച്ചിരുന്നു. അപ്പൊ നമ്മൾ അവിടെ വരുമ്പോൾ അവിടെ ആ ചെറിയൊരു ഗ്രാമത്തിൽ ഒരു റോഡുണ്ട്, ഒരു അമ്പലം ഉണ്ട്, ഒരു പള്ളിയുണ്ട്, പിന്നെ ഒരു തിയേറ്റർ ഉണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്, വലിയൊരു ലൈബ്രറി. അതിനകത്ത് കുറെ ബുക്സ്. അതും എന്ത് ബുക്സാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഒക്കെ നല്ല നീറ്റായിട്ട് ബൈൻഡ് ചെയ്ത്, ചിലപ്പോൾ ലാസ്റ്റ് പേജ് ഒന്നും ഉണ്ടാവില്ല. മിസ്റ്ററിയിലത്തെ ലാസ്റ്റ് പേജിൽ ആരാരെ കൊന്നു നമുക്കറിയില്ല. അതിപ്പോഴും എനിക്കറിയില്ല ചില ബുക്സ്. ഐ സ്റ്റിൽ ഹാവ് എ ക്യൂരിയോസിറ്റി അബൌട്ട് 1 or 2 ബുക്സ് ഐ റിമെമ്പർ. എന്താ ആക്ച്വലി പറ്റിയെന്ന് അറിയില്ല. അപ്പൊ പക്ഷെ അത് വായിക്കും. നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല. ഒരു ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ അടുത്തൊരു ഷോപ്പില്, അല്ലെങ്കിൽ എന്താ ചെയ്യാ, ഹോൾ ഡേ കളിക്കുക, നടക്കുക, സൈക്കിൾ ചെയ്യുക, കുളത്തിൽ പോവാ ആൻഡ് ലൈബ്രറി പോവാ. അപ്പൊ അങ്ങനെ കുറെ വായിക്കാൻ കിട്ടി. ദാറ്റ് ഈസ് ദ വൺ തിങ് ദാറ്റ് ഐ വിഷ് ഇന്ത്യ ഹാഡ് നൗ, ആക്സസ് ടു ലൈബ്രറീസ്. ആ ഒരു കാരണം നമ്മളിങ്ങനെ നമ്മുടെ entire heritage is being lost because there aren't enough libraries preserving them. There aren't enough readers going in to read. And the diversity that is available to us from around the world, that is missing in our children's minds because they don't see it, they don't get to read it. I think if I had one thing that I wish we could change in this universe of ours, in academia or in publishing or anything else, it is this aspect of community libraries. ഭാഗ്യത്തിന് ഈ സമയത്ത് കുറെ പേര് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ എഫേർട്സ് നടക്കുന്നുണ്ട്. എല്ലാ സിറ്റീസിലും ആരെങ്കിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഒപ്പം പ്രൈവറ്റ് NGOസിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ. എനിവേ, അപ്പൊ അതൊരു വലിയ ആസ്പെക്ട് ആണ്. ഈ ലിറ്ററേച്ചർ പഠിച്ച് വായിച്ച് അത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നൽ വരുന്നത്. സ്ലൈറ്റ്ലി ലേസി, പക്ഷെ എന്തായാലും ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ടു മീ. Then I went to school, then I went to college, I went to St. Teresa's എറണാകുളത്ത്.
അവിടെ literature was was a breeze. We had a great time. ഞാൻ യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു, ഡിബേറ്റിനൊക്കെ പോയിരുന്നു, യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിരുന്നു. സോ വി ജസ്റ്റ് ഹാഡ് ഫൺ. ഈ പഠിക്കുന്നതിന്റെ ആസ്പെക്ട് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ because willy-nilly the education was good and the teachers were committed and they made us do whatever we had to do, I managed to go to the University of Hyderabad after that, or MA ചെയ്യാൻ. പിന്നെ അവിടെ തന്നെ I discovered a very different form of literature, literary theory, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് കൊളോണിയലിസം. ഇതൊന്നും നമ്മൾ സ്കൂളിൽ നമ്മൾ മാത്യു ആർണൽഡ് വരെ, കോളേജിലും മാത്യു ആർണൽഡ് വരെ നിന്നതാണ്. ഇതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ കറന്റ് ലൈഫിലേക്ക് വരുത്തുന്നതും അമേരിക്കൻ ലിറ്ററേച്ചർ, കനേഡിയൻ റൈറ്റിംഗ്, Australian writing and Indian writing, which was very new in the early 90s. ചെറിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വായിച്ച് പഠിച്ച്, and then I went to JNU to do a PhD. The thing is, ആ സമയത്ത് നമ്മൾ എന്താണ് JRF SRF ഒക്കെ എഴുതി ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയാൽ നമുക്ക് ജീവിക്കാൻ ധാരാളം പൈസ ഉണ്ട്. ഒരു സ്കോളർഷിപ്പ് was quite enough to live well, to go to a hospital, to have all the comforts and buy books. The government, that scholarship I think has allowed a lot of people in India to study literature when otherwise they may not have been able to afford it. And JNU lu poi kanya, when you discover the politics of literature in a different way, I think. From Hyderabad, which was very, very political in its approach to writing, to JNU, which was very active in real politics. Our journey in the law, from reading books in a small library to discovering the big world in JNU, I think all of that shaped what I now bring to my publishing career. Because on the one hand, you know the lacks, and on the other hand, you know the richness that is available and what is not available. And the number of people and the kinds of people you've encountered, different stories from all over, how do you bring them together into a real sincere narrative? A sincerity of narrative, I think, only comes when editors are able to respond to books and to writers from within their own experience of diversity. Other is not to be underrated, I think, as a quality. പക്ഷേ again, I mean, to conclude that little chapter of how to make your career that of a publisher, our samayata it was all accidental, as I said. Nobody was talking about publishing. There was no glamour in publishing. Arundhati Roy happened the year after I joined publishing. അത് കഴിഞ്ഞിട്ട് എല്ലാം മാറി. എല്ലാവരും ബുക്ക് പ്രൈസിനെ പറ്റി കേട്ടു. They heard about Arundhati Roy. കേരളത്തിൽ particularly, obviously, she was a huge celebrity, but across the world and in India, anywhere. And finally, publishing became something that was visible to people. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാ? How did this person write a book that became an award-winning book? Who put her into that process? Who journeyed with her on that process? Who edited that book? ഇതൊക്കെ കഥകളായി പോയി in the media also. And അവിടുന്ന് തുടങ്ങിയിട്ട്, I think, gradually visibility came to publishing. People started to discover this as a career. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കോഴ്സസ് ഒന്നുമില്ല അങ്ങനെ അധികം. ജാദവ്പൂരിൽ ഒരു കോഴ്സ് ഉണ്ട്, സീഗൽ പബ്ലിഷിംഗ് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, NBT ഒരു കോഴ്സ് നടത്തിയിരുന്നു. ഇപ്പോൾ ഐ ഡോണ്ട് നോ ദേ കണ്ടിന്യൂയിങ് ഇറ്റ്. പാൻഡമിക് കഴിഞ്ഞിട്ട് എന്താവും എന്നറിയില്ല എനിക്ക്. പക്ഷെ അങ്ങനെ കുറെ ചെറിയ ചെറിയ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. വളരെ ഇഫക്റ്റീവ് ആയിരുന്നില്ല. എന്നാലും കുറച്ച് പേരൊക്കെ അവിടുന്ന് പോയി കോപ്പി എഡിറ്റിംഗ് ഒക്കെ ട്രെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഡിസൈനിൽ ട്രെയിൻ ചെയ്തിട്ട് they started to look for jobs in publishing. But what I want to say, and I think I've taken already 10 minutes to say this, is that on the one hand, you can go like this, accidentally crash into a career in publishing and find that you love it and stay on. Or these days, there is the other option, which is you look for a course in publishing. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്തിട്ട്, maybe this is a class of 15 or 20, പക്ഷെ at least you make the right connections. എന്താ ഈ ജോലി, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ്, what are the possibilities of moving into other aspects of publishing. Editing മാത്രമല്ലല്ലോ, മാർക്കറ്റിംഗ് ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, പിന്നെ പലതരം എന്താ പറയുക freelancing opportunities ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ there is a whole universe out there which you have to explore. And one way to do that is to join a publishing course. The other is simply to reach out to people who are already in publishing and talk to them and say, can you mentor me on this journey? Can you move me forward? Get some contacts that will help you put this together. People like Sabin would definitely know a lot of people and be part of that universe himself. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ then you can find your feet.
And there are many other opportunities in freelancing than there are in a regular 9 to 5 job in publishing. But maybe we can talk about that in the questions, and we can address that specifically. I think I talked too much about myself, but I don't know if it was useful. If it's useful, otherwise, please ask me questions in the Q&A, and I'll try and answer them. Thank you, Srija. താങ്ക് യു സോ മച്ച്. അത് അറിയേണ്ടത് നമ്മുടെ നാട്ടിലെ കുട്ടികളും കൂടെ അറിയണം എന്ന് നിർബന്ധമുള്ള കഥയാണ്. ആ പോക്ക് നമുക്കൊക്കെ അറിയാൻ വളരെ ആഗ്രഹമുള്ള കഥയായിരുന്നു. സോ വി റിയലി എൻജോയ്ഡ് ദാറ്റ് ജേർണി. കുറച്ചും കൂടെ കേൾക്കണം എന്നുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ ഒരിക്കൽ കൂടെ വരാം. നെക്സ്റ്റ്, നമ്മളിപ്പോ രണ്ടുപേരും പറഞ്ഞു കേട്ടത് സാഹിത്യം ഇഷ്ടമുള്ള ഒരാളിൽ നിന്ന് ഒരു സക്സസ്ഫുൾ കരിയറിലേക്ക് പോയ രണ്ടുപേരുടെ വഴികളാണ്. അങ്ങനെ ഒരുപാട് പേരെ വഴി നടത്തിയ ഒരു അധ്യാപികയാണ് അടുത്തത് നമ്മളോടൊപ്പം ഉള്ളത്, ശ്രീമതി ബീന എസ് നായർ. ഡോക്ടർ ബീന എസ് നായർ അമൃതപുരിയിലെ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസറും വൈസ് ചെയർപേഴ്സണുമാണ്. വളരെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം മാം. ഈ പറയുന്ന പോലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കോഴ്സസ് ഒക്കെ പഠിക്കാൻ വരും. പക്ഷെ അപ്പോഴും നമുക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്. ഈ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മലയാളി, ദ ടിപ്പിക്കൽ മലയാളി പാരന്റ്സ്, നമുക്ക് എപ്പോഴും ആഗ്രഹം നമ്മുടെ കുട്ടികൾ ഒരു ഡോക്ടറായി കാണണം, എഞ്ചിനീയർ ആയി കാണണം എന്നാണ്. ആർട്സും സയൻസും ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ കരിയറിനെ സംബന്ധിച്ച് ഒരു പക്ഷെ അവരെക്കാൾ ആശങ്കയുണ്ടാവുക അവരുടെ പാരന്റ്സിനാണ്. പലപ്പോഴും അവർ തന്നെയായിരിക്കും നിർബന്ധിച്ച് അവിടെ നിന്നല്ലാതെ വേറെ വഴിയിലേക്കൊക്കെ വിടുക. അപ്പൊ നമ്മുടെ ഒരു സെക്കൻഡ് പ്രിഫറൻസ് ആയി മാറുന്നുണ്ടോ ഈ ആർട്സും സയൻസും? പ്രത്യേകിച്ച് ആർട്സ് എന്ന കാര്യത്തിൽ നമുക്കും ഒരു സംശയമുണ്ട്. എങ്ങനെയാണ് മാമിന്റെ എക്സ്പീരിയൻസ്? വന്നിട്ടുള്ള കുട്ടികളിൽ ഈ റിയൽ ടാലൻസിന് എത്രത്തോളം കണ്ടുകിട്ടാൻ സാധിച്ചിട്ടുണ്ട്? അവരുടെയൊക്കെ കരിയർ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഈ രണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പബ്ലിഷിംഗ് ഫീൽഡിലും I think Sabin Iqbal, who is an established writer, I think curator and festival director. Options, that is a new word for a Malayali parents and students. Curator ennu parayna. I would like to listen to you, after this, if there is a Q&A session, and publishing also. ഈ രണ്ട് ഏരിയയിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അവരുടെ കഥ കേട്ടപ്പോ ഇറ്റ് ഈസ് എ നോർമൽ സ്റ്റോറി. നമ്മളൊക്കെ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ട് സെൽഫ് മെയ്ഡ്. ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സിറ്റിന്ന് ആ ടൈം സ്പാൻ they had to spend a lot of time realizing themselves, എന്താണ് എന്റെ ഇഷ്ടങ്ങൾ. ഇത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള പ്രോബ്ലം. വരുന്ന സ്റ്റുഡൻസിനായാലും പേരൻസിനായാലും ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എങ്ങനെ സക്സസ്ഫുൾ ആവാം. ലൈക്ക് എ പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് എടുക്കുന്നവർക്ക് ഒരു ആഫ്റ്റർ 4 years ഒരു ജോലി കിട്ടുന്നു. സോ ദേ ആർ മോർ സക്സസ്ഫുൾ ആൻഡ് ഇൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, 4 years they are becoming engineers. So what is the product that our department creates? ആ ചോദ്യം എനിക്ക് തോന്നുന്നു എപ്പോഴും ഉള്ളതാണ്. അപ്പൊ ഈ ജേർണി ഇപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞത് അവരുടെ സ്വന്തം ജേർണിയാണ്. അവര് തന്നെ കണ്ടുപിടിച്ച് അവര് തന്നെ ആക്സിഡന്റൽ ആയിട്ട് ഓരോ സ്ഥലത്ത് എത്തുന്നു. അപ്പൊ അതിന് യൂണിവേഴ്സിറ്റി ഓർ കോളേജസ് എത്രത്തോളം സഹായിച്ചു? മേ ബി സഹായിച്ചില്ല എന്നല്ല, പക്ഷെ ആ ജേർണിയുടെ ദൂരം കുറയ്ക്കാൻ in a short period. That is what our course is trying to do. We have included electives like journalism, film script writing, ഈ പറഞ്ഞതെല്ലാം business communication, both taking into account language and literature. എന്നിട്ട് ആ ദൂരം ഒന്ന് കുറയ്ക്കാനും ഹോൾഡ് ദെയർ ഹാൻഡ്സ്, ഈ പറഞ്ഞ ജേർണിയുടെ ഡിസ്റ്റൻസ് കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പോഷർ അവർക്ക് കൊടുക്കാൻ പറ്റും. So we have internship programs, they go to print media as interns, they work for a short time because ഇത് vocational course അല്ല, English language and literature. സോ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് ഈസ് മൈ സ്കിൽസ്, അവർക്ക് തന്നെ അറിയില്ല. അല്ലെങ്കിൽ കാർത്തിക മാം പറഞ്ഞ പോലെ വീട്ടിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് മിക്കവാറും ഇതിൽ ഷൈൻ ചെയ്യുന്നത്. ഓർ അക്കാഡമിക് ബ്രില്യൻസ്, സബിൻ പറഞ്ഞ പോലെ ക്ലാസ്സിൽ കയറാറുണ്ടായിരുന്നില്ല. ഞാനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലാണ് പഠിച്ചത്. അപ്പൊ മേ ബി നമ്മുടെ മാർക്കുമായിട്ട് മാത്രമായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ കമ്പയർ ചെയ്യുന്നത്. those who get good grades, they will be successful. Others are actually left out. ആരും അവർ ശ്രദ്ധിക്കുന്നു പോലുമില്ല. പക്ഷെ ഞങ്ങളുടെ കോഴ്സിൽ ഞങ്ങൾ ചെയ്യുന്നത്, വി ഐഡന്റിഫൈ certain students, as Sabin പറഞ്ഞ പോലെ always, or both of you have mentioned, എല്ലാവർക്കും ചിലപ്പോൾ അക്കാഡമിക്സിൽ or text and analysis, all of them may not be interested. In the classroom, what we do is we are reading a lot of text, analyzing them using tools like contemporary literary theory, Karthika ma'am പറഞ്ഞ പോലെ we give them research methodology, എന്നിട്ട് വായിക്കുകയാണ് ടെക്സ്റ്റുകൾ, വായന ആൻഡ് എഴുത്ത്, റിട്ടൺ സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇത് രണ്ടും ആവശ്യമാണ്. ഇനി ഏരിയയിലേക്ക് പോകണമെങ്കിലും ഈ ബോത്ത് ദീസ് സ്കിൽസ് ആർ നെസസറി.
അപ്പൊ അത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം give them exposure, give them internships in all these places. Only publishing house also, but it is not easy to get an internship in a publishing house. That is why I would like to talk to Kartika ma'am about that, because there might be tests, they don't want freshers as interns there. So ഇതെല്ലാം ഞങ്ങൾ കൊടുത്തിട്ട് we have in our curriculum something called soft skill training. What are the skills that are required, interpersonal skills. അപ്പൊ ലാംഗ്വേജ് as well as literature. അതിൽ ചില കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഫാക്കൽറ്റി ആകാനായിട്ട് മാത്രം വളരെ ക്ലോസ് സ്റ്റഡി ഓഫ് ദ ഡിസിപ്ലിൻ, ആ സബ്ജക്റ്റിന്റെ സ്റ്റഡി, മാം പറഞ്ഞ പോലെ പോസ്റ്റ് കൊളോണിയലിസം, ലിറ്റററി തിയറി, ഇങ്ങനെ അതിൽ കംപ്ലീറ്റ്ലി ഇഷ്ടമുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അവര് ടീച്ചിങ്ങിലേക്ക് പോകും, PhD ഓർ ഗവേഷണം ചെയ്യുക. അപ്പൊ അതിന് എന്തൊക്കെ യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്? വി ഹാവ് ടൈ അപ്പ് വിത്ത് അതർ യൂണിവേഴ്സിറ്റീസ്, കൊളാബറേഷൻസ്. വി ഹാവ് അവർ ഓൺ അമൃത സെന്റർ ഫോർ ഇന്റർനാഷണൽ പ്രോഗ്രാംസ്. അപ്പൊ അവര് വി പുട്ട് ദം ഇൻ ടു ദോസ് യൂണിവേഴ്സിറ്റീസ്. ഒരു exchange program, sometimes a dual degree program. We are actually having discussions with Swansea University, UK. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ഹോൾഡ് their hands, make them realize, make them more confident. വരുമ്പോൾ വളരെ ഷൈ ആയിരിക്കും, they are very uncertain, എൻട്രൻസിന് കിട്ടാതെ ഒരു സെക്കൻഡ് മാം ചോദിച്ച പോലെ ആസ് എ ലാസ്റ്റ് റിസോർട്ട് അങ്ങനെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇൻട്രസ്റ്റോടുകൂടി വരുന്ന വെരി ഫ്യൂ കാണും. അങ്ങനെയുള്ളവർ ക്രിയേറ്റീവ് റൈറ്റേഴ്സുമായിട്ടുണ്ട്. ഞങ്ങളുടെ സം ഓഫ് ദ സ്റ്റുഡൻസ് they publish novels. ആമസോണിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അവരുടെ പുസ്തകങ്ങളും കവിതാ സമാഹാരങ്ങളും. അത് അങ്ങനെ കുറച്ചു പേര് ഫാക്കൽറ്റി ആവാൻ ഇഷ്ടപ്പെടുന്നവർ. ബാക്കിയുള്ളവരുടെ ടാലന്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ ദീസ് കോഴ്സസ്, സോഫ്റ്റ് സ്കിൽ കോഴ്സസ് ഉണ്ട്, ലിവിംഗ് ലാബ്സ്, ജീവിതം തന്നെ ലാബ് ആക്കിയിട്ടുള്ള കോഴ്സുകൾ. അതായത് ദേ ഗോ വിസിറ്റ് റൂറൽ ഏരിയ, ദേ അഡോപ്റ്റ്. ഞങ്ങളുടെ ചാൻസലറുടെ ഒരു പോളിസിയാണ്, ഇറ്റ്സ് എ പ്രോഗ്രാം ഡിസൈൻ ബൈ അവർ ചാൻസലർ. അതായത് പോവുക, ഈ വില്ലേജസിൽ പോവുക, റൂറൽ ഏരിയയിൽ പോയി താമസിക്കുക, അവരോടൊപ്പം എങ്ങനെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സബിൻ പറഞ്ഞ പോലെ എംപതി, പേഴ്സൺ, കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി, അതാണ് ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ കൂടിയിട്ട് എയിം ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് ലാക്കിംഗ് ഇൻ ഓൾ അതർ ലിറ്ററേച്ചർ കോഴ്സസ്. There only some are spotted, the others are left out. Those who can read well, who are familiar with text, somebody who has an edge over others, അങ്ങനെയുള്ളവർ മാത്രം ഷൈൻ ചെയ്യുന്ന ഒരു വേൾഡിൽ നിന്ന് we take care of each and every one of them. And some of them who are not good in reading or who are not interested in too much of reading, അങ്ങനെയുള്ളവരുടെ organizational skills, they might be good in Sabin ചെയ്ത പോലെ ഫെസ്റ്റിവൽ ഡയറക്ടർ, they might have some leadership qualities, organizational skills. ഞങ്ങളുടെ തന്നെ ലിറ്റററി അസോസിയേഷൻസ് ഉണ്ട്. അതുവഴി we give them an opportunity. We organize conferences. We put the student team to organize different sections of these conferences. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പോഷർ എക്സ്പീരിയൻസ് ഞങ്ങളുടെ ടെക് ഫെസ്റ്റിവൽ they handle it. They have the freedom to organize them. അപ്പൊ ഈ ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന് പറയുന്ന പോലെ ഈവന്റ് ഓർഗനൈസർ. അപ്പൊ ഞങ്ങളുടെ പല സ്ലോ ലേണേഴ്സ്, I don't want to call them slow learners, but they don't have these other skills, excellent written skills ഒന്നും ഇല്ല. But they can, they have, entrepreneur, skills which they have started, startups ഉണ്ടാക്കിയിട്ടുണ്ട്, event organizers item. So most of them, even our slow learners, are into. That is what our aim is through these courses like Living Labs, value programs, added foreign language skills. ഇതെല്ലാം കൂടി വരുമ്പോൾ they will be able to go into areas like content writing, technical writing, curator. As Sabin പറഞ്ഞ പോലെ curator എന്നുള്ള ഒരു വളരെ unknown ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഈ skills will definitely help excellent written skills and communication skills. ഇത് രണ്ടും ഞങ്ങൾ ഇതിലൊന്ന് we guarantee that some of them have excellent writing skills, they become creative writers, they become faculty, and they also go as interns into schools, nearby schools, community outreach programs. We have all this. So it is a development of the personality and all these skills together so that they fit into some of these roles where we have this literature, then content writers, technical writers, curators, festival directors, all these roles into corporates, trainers, and language which IELTS trainer, that is English, International English Language Testing System. അതിന് ട്രെയിനേഴ്സ് ആവുക, അതിൽ താല്പര്യമുള്ളവർ we put them into that, we give them opportunity. അത് കൂടാതെ ഞങ്ങളുടെ അലംനി അസോസിയേഷൻ ഉണ്ട്. We mentor the juniors, the seniors who are in these different profession. We call them, give them sessions, and also we invite other established people like Sabin, Kartika, like this. We invite them over and give our students sessions, and then
like we initiate them into all these arenas, and so that this time span is reduced. They don't have to go about, uncertain. They don't know what to do in their life. We guide them, really sit with them, and then research writing. Some of them were interested in writing. We have paper writing sessions where each faculty is given, few students right from semester 1. We groom them, because that is very important. Grooming is very important. It is not just the blossoming of the talent, innate talent ഉണ്ട് വരും അങ്ങനെ പറഞ്ഞ് കാത്തിരിക്കുന്നില്ല ഞങ്ങൾ ഉള്ള ടാലന്റ്, ഈച്ച് വൺ ഹാസ് ഡിഫറെന്റ് സെറ്റ് ഓഫ് സ്കിൽസ്. അത് എന്തൊക്കെയാണ്, ഓരോരുത്തർക്കും എന്താണുള്ളത്, അത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഞങ്ങൾ ഗ്രൂം ചെയ്യുന്നു. വി ഹോൾഡ് ദെയർ ഹാൻഡ്സ്, take them through that journey. At the end of 5 years, it is a very successful story that we have for each and every one of them. Some of them are interested in fashion, journalism, they want to write about that. Other seniors senior students who are in the industry, they come back and then mentor the juniors. So industry feedback is there, so they come back and then mentor our own students. So they have enough exposure, they have excellent communication skills, written skills, these are the most important. And then an eye for detail, when you have to go for this proofreading or copywriting. So all these we have included as electives in our own curriculum. We have a lot of electives. So these are some of our electives, copywriting or film script writing, film studies we have. So all these electives will, journalism, all these are our electives for our UG and PG. And along with all that, all these skills together, we as I told you, ഈ സ്വന്തം വഴിയിൽ കൂടി സഞ്ചരിച്ച് കണ്ടുപിടിക്കുക, അതിൻ്റെതായ രസമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും we try to, in this world, in this century, right now, എല്ലാ പേരൻസിനും എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ കുട്ടിക്ക് ഒരു ജോലി കിട്ടുമോ, job oriented. It is not just for the fun of or just for the passion. പണ്ട് അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു, just because I like literature, I am learning literature. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, they want a job. അപ്പൊ ആ ജോബിലേക്ക് ഞങ്ങൾ we hold their hands, and then with all these skills, soft skills, live in lab, value added programs, foreign language, German, French, because they can go to those countries and teach English, Spain. So if you have an addition, and translators, if you're a bilingual person, if you are proficient in both the languages, Malayalam and English equally, so translator job. Even our own students are doing part-time jobs like translating the audio clips for many websites, abroad and also in India. So they will mentor their juniors. They will tell them that these are the opportunities, and they are paid in dollars, hourly pay they have. So while studying itself, we give them opportunities. We tell them about the opportunities that are out there, and then groom them. And when you groom them, you can see the result. Most of them, they end up at the end of 5-year integrated program. They bloom, they are complete, they're confident, they're equipped with the skill sets to face the world, to fit into these job descriptions. Like Kataka ma'am said, publishing jobs, as an editor. So somebody who is good in, again, an eye for detail, for proofreading or copywriting in an advertising firm. Many of them work in Kochi and other cosmopolitan cities. So you have to go into these cosmopolitan cities. We give them actually contact, and we have a placement cell, corporate industrial relations. So all of us work together, and our literature department in the Julie, teachers in the ella department in Julie koodudalana, because unlike science, there is no guaranteed job at the end of 4 years, but we have been successful in putting them in all these different visual media. Like we have our own channel, Amrita. So intern site, wherever we are, we can send them, because it is not a vocational course, as I said. So they need internship, some industry experience. So maybe I would use the contact Kartika ma'am and Sabin, ningalku renduperkum, as festival director, some kind of a tie-up. That is what we always do. Give them some industry experience, and then feedback from the industry and how better we can groom our students. അത് ഒരിക്കലും ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെന്റ്സിൽ, ഈവൻ ആസ് എ സ്റ്റുഡന്റ്, സബ്യൻ പഠിച്ച അതേ സ്ഥലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിനാണ് ഞാനും പഠിച്ചത്. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സും അവരുടെ ലെക്ചേഴ്സും നമ്മുടെ ഓർമ്മയിൽ വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യും. സബ്യൻ പറഞ്ഞ പോലെ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്യണം, പഠിക്കണം. Along with that, computer skills is very important for editing, for all these kind of jobs. അതും ഞങ്ങളുടെ കോഴ്സിലുണ്ട്, computing skills, because without that merging of technology, just the writing skills is not enough. I think all of like
Madhubhumi program നടക്കുമ്പോഴും how important it is these computer skills also. So it is a blend of all these skills, and our ദൂരം കുറയ്ക്കുക. At the end of 5 years they should be able to get into an industry, and ഞങ്ങൾക്ക് പറയാം it's a very successful story. All of our students, most, even a slow learner, they will be into, they are motivated, and they have enough communication skills to get into, something like a medical, data entry, some course, they will do some added course that we also advise them. So groom ചെയ്ത് കഴിഞ്ഞാൽ ഈ self journey യുടെ ദൂരം കുറയ്ക്കാം, because that is what they ultimately want, a job, someone, especially girls. A lot of girls come for this course compared to a boy, unlike the olden days. Nowadays boys are not coming into, literature courses, because idana avarudekke manasila uncertainty aanu, oru joli kittumo, they're not very sure. So come to Amrita. I would say we will, definitely transform you into individuals, as you said, with empathy, with insight, and who can contribute to the society. That is again one important thing. You should be able to contribute to the society in some way, as a writer or as a curator or as an editor, publisher. So idilekkokke njangal avare, we just hold their hands and then take them, groom them, equip them with the skill sets that is required for the industry. So that industry and the subject, we create a bridge, even for higher studies, like ma'am paranja pole Hyderabad Central Universities. Which are the universities? Where should you apply? How should you apply? Ellam njangal thanne, we tell them, we give them information, we connect them. We take that effort, and I have never got that from, any of the colleges I studied. There, your background, if you're good in, you come from a family, as ma'am said, where a house full of books, and you have already read that, you have an edge over others. So such students will, will academic brilliance, grade, you get the rank, and then you are into civil services. Some of them, these are avenues. I'm not saying, I'm not belittling that. These are people who already have the innate talent. You don't have to groom, or make them realize that these are your strength. But ഞങ്ങൾ ചെയ്യുന്ന ജോലി കുറെ കൂടി ശ്രമകരമായിട്ടുള്ള ജോലിയാണ്, because in Amritapuri campus, I would say, we take that effort, we walk with them, we hold their hands, we give them exposure, we groom them, create that, and we are available 24/7. Anytime we are accessible. My faculty, I have never even seen the staff room. We were never, they were accessible, to ask any doubt or questions. Like here, we are accessible, and then we really, groom them. I think that is one, success story. I'm very happy to say, there is no difference between a fast learner and a slow learner. Both of them are in suitable industry. We are able to place them in the, a job which will suit them, or which they can actually, the job responsibility which they can deliver. So avide it is a difference. It's a department with a difference, I would say. We would give them opportunities and connect them to industry. So avide അഭിമാനത്തോടു കൂടി എനിക്ക് പറയാം, not just പഠിക്കുന്ന കുട്ടികളല്ല, മാർക്ക് വാങ്ങുന്നവരല്ല, എല്ലാവർക്കും ഞങ്ങൾ, we make them, groom them, and then transcend them, transform them into, students where there are opportunities for each one of them. എല്ലാ കുട്ടികൾക്കും, ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും, there is no difference between a slow learner and a fast learner. Someone who is really good, ഇതൊന്നും ആവശ്യമില്ല, അവർക്ക് തനിയെ മാം പറഞ്ഞ പോലെ they can find out their own journey, they can undertake. അതല്ലാതെ വളരെ അഭിമാനത്തോടെ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഒരു സ്റ്റുഡന്റിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്ന് പറ്റും എന്നുള്ള ആ സാധ്യതകൾ. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാൻ തോന്നുന്നു. എന്റെ കൂടി ഒരു സംശയമാണ്. ഇപ്പോ സബിനായാലും കാർത്തികയായാലും ഒക്കെ പറഞ്ഞു, അവരുടെ വീടുകളിൽ പുസ്തകമുള്ള കുട്ടികളും വീടുകളിൽ പുസ്തകമില്ലാത്ത കുട്ടികളും രണ്ട് തരത്തിലാണ്. അവരുടെ ചിന്തകൾ, അവരുടെ സാധ്യതകളൊക്കെ രണ്ട് തരത്തിലായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ലാംഗ്വേജ് വളരെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ അവർ ലിറ്ററേച്ചറിലേക്ക് എത്ര പോകുന്നു എന്നുള്ള സംശയമാണ്. ഇപ്പം എനിക്കൊരു 8 year old മോനുണ്ട്. അവൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, ഈ മലയാളം പറയുന്ന കേരളത്തിലാണ് ജീവിക്കുന്നെങ്കിലും. പക്ഷെ അവനെ ഒരു പുസ്തകത്തിന്റെ വഴിയിലേക്ക് നടത്തുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ടഫായി തോന്നുന്നു. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ഈ ചെറുപ്പം തൊട്ടേ വായന, അത് ഒരുപക്ഷെ സാഹചര്യം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലമാണ്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ല,
അപ്പൊ അവരെ എങ്ങനെയാണ് നമുക്ക് ഈ വായനയുടെ വഴിയിലൂടെ ഒക്കെ ഒരു ലിറ്ററേച്ചറിനോടുള്ള ഒരു സ്നേഹം ഉണ്ടാക്കാൻ കഴിയുക? അത് ഉണ്ടാക്കാൻ കഴിയുന്നതാണോ? അതാണ് എന്റെ ബേസിക് സംശയം. എനിക്ക് തോന്നുന്നു 3 പേർക്കും അക്കാര്യത്തിൽ അഭിപ്രായം പറയാം. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരന്റ്സിനും ലിറ്ററേച്ചർ സ്നേഹിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും, അവരുടെ ഒക്കെ ഉള്ളിൽ ഒരു കൺസേൺ ആയിരിക്കും ഇത്. സബിൻ, ഞാൻ പറയാം. ഞാനും എൻ്റെ ഭാര്യയും ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഈ ആങ്ഷ്യസ് പേരൻസ് ആയിരുന്നു. കുട്ടികളുടെ അയ്യോ 2 ജേർണലിസ്റ്റുകളെ കുട്ടികളെ ഇപ്പൊ ഭയങ്കര വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബുക്സ് വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഷേക്സ്പിയറിന്റെ കുട്ടികൾക്കുള്ള സാധനം എല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഞാൻ പറയട്ടെ, ഞാൻ ലിറ്ററലി ഞാൻ സങ്കടപ്പെട്ടു പോയി. ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല അവർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. ഞാൻ എന്തുമാത്രം പുസ്തകം അവർക്ക് വാങ്ങിക്കൊടുക്കുന്നു. അവസാനം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോയപ്പോ ബാറ്റ് പിടിച്ചു. ഇന്ന് മോള് ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഇന്നിപ്പോ ഇല്ല, സ്റ്റേറ്റ് ക്യാമ്പിലാണ്. സോ ദാറ്റ്സ് വേ ഹെർ ലവ് ഇസ്. മോൻ മ്യൂസിക്കിലാണ്. പക്ഷെ എനിക്ക് എന്ത് പറയാൻ പറ്റും? അത് ഇപ്പൊ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. വീട്ടില് ബുക്സ് വേണം, വീക്കിലും ഇഷ്ടംപോലെ പുസ്തകമുണ്ട്, പക്ഷെ അവരെടുക്കണ്ടേ? ഇത് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയണം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. മോൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മനുവും വട്ടത്തിരിയുടെ ഫാനാണ്. മനുവിന്റെ ബുക്ക് വരുമ്പോൾ ചാടി വീണോ ഇരുന്ന് വായിക്കുന്നതാണ് ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ മനുവിന് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചും കൊടുക്കും. മനു ഭയങ്കര ഹാപ്പി ആവും ഇത് കാണുമ്പോ. സോ കത്തിയുടെ പുസ്തകം അല്ല അതെ, പക്ഷെ മനു ഇസ് എ ഗുഡ് ഫ്രണ്ട്. അപ്പൊ അപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. അവരെ ഭയങ്കര വായനയും എഴുത്തിലേക്കാണ്. എഴുതും അവര് സ്പീക്ക് വെൽ, റൈറ്റ് റീസൺ. പക്ഷെ ഒരു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന രീതിയിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിട്ടു. അവര് ദേ നോട്ട് മെയ്ഡ് ഫോർ ഇറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം എന്റെ സിസ്റ്ററിന്റെ മോൻ അവരൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ഓരോ കുട്ടികൾക്കും അതിൻ്റെതായ. പക്ഷെ ഞാൻ വായന വന്നൊരു പുസ്തകം ഉണ്ടായിരുന്നുകൊണ്ടാണ്. വീട്ടില് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞ പുസ്തകം, ഇങ്ങോട്ട് തിരിഞ്ഞ പുസ്തകം. ഞാൻ എപ്പോഴും കണ്ടില്ല എന്റെ ഫാദർ വായിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് ഉണ്ടാകുന്ന ഒരു സാധനം ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പരാജയപ്പെട്ടു എന്റെ മക്കളെ വായിപ്പിക്കുന്നതിനെ കൊണ്ട്. എനിക്ക് കാർത്തിക പറയും ബാക്കി. ഞാനും എന്റെ കഥയും അത് സെയിം തന്നെയാണ് സർ. 2 കുട്ടികളുണ്ട്, 2 വായിക്കില്ല. എന്ത് ചെയ്താലും വായിക്കില്ല. പക്ഷെ എനിക്ക് ഹോപ്പുണ്ട്. എന്ന് വെച്ചാല് നമ്മള് തുടക്കത്തിൽ തന്നെ ഒരു കുറെ ഈ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ബുക്സ് വാങ്ങിക്കും, അവർക്കൊക്കെ വായിച്ചു കൊടുക്കും. എല്ലാ രാത്രിയും ബുക്സ് ഒക്കെ വായിച്ചിട്ടാണ് അവരെയൊക്കെ ചെറുതാവുമ്പോ ഉറങ്ങിക്കണൊക്കെ. അപ്പോ അവർക്ക് അറിയായല്ല. മൈ പ്രോബ്ലം ഇസ് ഐ തിങ്ക് ദാറ്റ് ദേ ആർ റിയാക്ടിങ് ടു ദ ഫാക്ട് ദാറ്റ് മൈ ലൈഫ് ഇസ് എൻറ്റയർലി അബൌട്ട് റീഡിങ്. I feel like they've just said, അച്ഛാ ഇതിപ്പോ അമ്മയ്ക്കോ നമുക്കൊന്നും സമയമൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തില്, നമുക്കത് വേണ്ട. So they moved away to something else. അതാവാം. But I think that this is a problem of also privilege. They have the privilege to turn away from books to technology, to videos, to games, to playing games in school where you can be dropped and picked up. In new urban life ഈ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് they're able to move away from books. പക്ഷെ I see a lot of children for whom books are what they can afford and what they have. And for them, and usually these are first learners, people who don't have books at home, etc., but who have someone helping them to read, or a school teacher who takes interest in them. When they discover books, they discover life. I think these are 2 parallel tracks that are still there. People like us are losing our children in terms of readers, but we are finding new readers in children who perhaps didn't have them. But I also think that ഇത് നമ്മൾ അത്ര വ്യസനിപ്പിക്കേണ്ട കാര്യമല്ല. they are not absorbing the stories or the things that we want them to get from books through the physical book, but they are getting it from all the other things they do. Every movie they watch, every little 10-minute video clip they watch on YouTube by somebody we've never heard of as parents, but whom the children all seem to know. They're just living their life with their peer pressures and their understanding. And every time I challenge them to read, my younger one, who's now 14, comes back to me and says, tell me something I don't get from the things I watch. Tell me something that you can only get from books. And I try and tell him about the immersive experience and the thoughtfulness of it, and the reflection and the time you spend with yourself.
he doesn't get it. So I'm hoping someday he might get it. But if he doesn't, it's fine. He seems to be getting a lot of this humanity that I seek in books from the other mediums that he uses. So it's okay. The world changes. We have to change with it. Now I've finally realized. ഓക്കെ. ബീന മാം, ഇപ്പോ ഇത് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഒരു സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ് പറയുന്നത്. പക്ഷെ അതൊരു ഒരു അധ്യാപികയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഒരു ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ സാഹിത്യത്തിനോട് അഭിരുചിയും വാസനയും സ്നേഹവും ഒക്കെയുള്ള കുട്ടികൾ വരുന്നത് ഒരു ടീച്ചറെ സംബന്ധിച്ച് സന്തോഷമുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോ നേരത്തെ ടീച്ചർ പറഞ്ഞത് മുഴുവൻ ടെക്നിക്കലായി ഹൗ വി ക്യാൻ ഹെൽപ്പ് ദം, എങ്ങനെ നന്നായിട്ട് ഒരു പ്രൊഫഷണൽ ആവാൻ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഇതിനോടൊരു സ്നേഹം വേണം. അങ്ങനെ എത്രത്തോളം കുട്ടികളെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അത്തരം കുട്ടികൾ അധികം വരുന്നുണ്ടോ? ഉണ്ട്. കുറച്ചൊരു ശതമാനം, ഒരു വെരി ഫ്യൂ സ്റ്റുഡൻസ്. അതാ ഞാൻ പറഞ്ഞത്, അവര് സ്വന്തമായിട്ട് പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്ത കുറച്ച് സ്റ്റുഡൻസ് ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ഈ മാഗസിൻ ദേ ക്രിയേറ്റ്, അവരുടെ തന്നെ ക്ലാസ്സിൽ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കാണും. അവർക്ക് ഞങ്ങൾ കൊടുക്കുക ഒരു ക്രിയേറ്റീവ് ടു ബിഗിൻ വിത്ത് ഒരു ഈ മാഗസിൻ, അതിൽ എഴുതി തുടങ്ങുക, സ്വന്തമായിട്ട് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക, ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്ന കുറെ ഓരോ ഭ്രാന്തുള്ള കുട്ടികളുണ്ട്, ഓരോ കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവര് കുറെ പേര് ചിലർ ഓൺലൈൻ ആഡ് ഓൺ കോഴ്സസ് ചെയ്യായിരിക്കും അവരുടെ റീഡിങ്ങിനെയും അനാലിസിസിനെയും കുറെ കൂടെ ബെറ്റർ ആക്കാൻ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ ഞാനൊക്കെ എന്റെ ക്ലാസ്സിൽ ചെയ്യാൻ വായിപ്പിക്കണം ഇവരെ എങ്ങനെയെങ്കിലും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും റെഡിലി വായിച്ചിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടാവില്ല. നമ്മൾ പുഷ് ചെയ്യും, ഇതാണ് റീഡിംഗ് ലിസ്റ്റ്, ഇതാണ് വായിക്കേണ്ടത്. ഇഷ്ടത്തോട് വരുന്ന കുറച്ച് കുട്ടികളുണ്ട്, ഒരു ശതമാനം, ഒരു വെരി ഫ്യൂ സ്റ്റുഡൻസ്. അവർ തന്നെ ഇതെല്ലാം വായിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ വരിക. അല്ലാത്തവർക്ക് ഞങ്ങൾ ഐ ടേക്ക് ദ എഫേർട്ട്, അതിനെ ഈ ടെക്സ്റ്റ് ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞു ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 4 പേര് ചേർന്നിട്ട് ഒരു അസൈൻമെന്റ് എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്യാനും ശ്രമിക്കും. ആസ് എൻ അസൈൻമെന്റ് ഓർ ഇന്റേണൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് ദർ ഇസ് എ ഡിസ്കഷൻ. There is a, like in our one of our credit, ഒരു കോഴ്സ് എന്ന് പറയുന്ന ഡിബേറ്റ് ആണ്, കറന്റ് അഫയേഴ്സ് ഡിബേറ്റ്. അപ്പൊ അതൊരു 1 credit കോഴ്സ് ആണ്. അപ്പൊ അവിടെ they have to come prepared with a topic and then debate ആവശ്യമാണ്. അപ്പൊ അതുപോലെ ഈ ക്ലാസ്സിലെ അനാലിസിസിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഒരു നാച്ചുറൽ ടാലന്റ് ഉള്ള ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യേണ്ട വായിച്ചിട്ട് തന്നെയാണ് വരുന്നത്. മറ്റുള്ളവരെ ഈ ടെക്സ്റ്റ് കൊടുക്കും ഞാൻ. I just share it with them before I start my class. ഒരു കുറെ സമയം കൊടുക്കും, ഇതിലെ കുറച്ചെങ്കിലും വായിച്ചിട്ട് വരൂ. We can discuss what is it that you found. One paragraph. I start it like that. But slowly they might, some of them would say, you gave me a chance to express ourselves. മറ്റു ക്ലാസ്സുകളിൽ ചിലപ്പോൾ മിണ്ടരുത്, പറയുന്ന കേൾക്കുക പോവുക, ഞാൻ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ ആകാം. ചിലപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിൽ. അപ്പൊ we try to share with them, അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറിയുടെ ലിങ്ക് കൊടുക്കുക, somehow make them read at least one book, at least in കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഷെയർഡ് ഗ്രൂപ്പായിട്ട് കൊടുക്കുക. കുറച്ചു പേർക്ക് ഇത്ര ചാപ്റ്റേഴ്സ് കൊടുത്തിട്ട് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്, ആൻഡ് ദെൻ ദേ വിൽ ബി ഇൻട്രസ്റ്റഡ്. Some of them, I have seen many of them are interested and read the complete book. And digital library, the link I share with them. I will tell them, explore this. There are, books in this. It is you sit at home and then this link is available. അല്ലാത്ത കുട്ടികൾക്ക് ഞങ്ങളുടെ ബുക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ബുക്സ് അവൈലബിൾ അല്ല. അപ്പൊ എങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാം. അതെല്ലാം ഓൺലൈൻ മോഡിൽ ഈവൻ ഐ ബോറോ ബുക്സ് ഫ്രം ഡിജിറ്റൽ ലൈബ്രറിന്ന് ബോറോ ചെയ്തിട്ട് ഐ ഗിവ് ഇറ്റ് ടു, ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ബുക്സ് ഇൻ ദിസ് ഓൺലൈൻ മോഡ്. പോകാൻ പറ്റുന്നില്ല. ഇപ്പോ ട്രിവാൻഡ്രത്താണ് കുട്ടിയെങ്കിൽ ഞാൻ പറയും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയിട്ട് 10 rupees കൊടുത്താൽ മതി. ഒരു ഡെയിലി മെമ്പർഷിപ്പ് ഇസ് പോസിബിൾ, ബിക്കോസ് ദാറ്റ് സ്റ്റുഡന്റ് ഇസ് നോട്ട് എ ഗ്രാജുവേറ്റ്. വീട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഐ റെക്കമെൻഡ് ദം. 10 രൂപ കൊടുത്താൽ മതി. ടേക്ക് ദ ലെറ്റർ, റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം us, go there, sit there for 1 full day, make use of that library. അങ്ങനെ ഞങ്ങൾ പല രീതിയിൽ റീഡിംഗ് ക്ലബ് ഓർ ഡിസ്കഷൻസ് ഇൻ ദ ക്ലാസ് റൂം, അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ടൈം വെച്ചിട്ട് ഗിവ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു റീഡ് ആൻഡ് ഡിസ്കസ്. ഒരുമിച്ചിരുന്നിട്ട് അനലൈസ് ചെയ്യുക. വാട്ട് എവർ വേ അവരുടെ സ്വന്തം, ഞാൻ പറയും ഗുഡ് ആൻഡ് ബാഡ് എന്ന് മാത്രം പറയരുത്, വേറെ അതിലപ്പുറത്തേക്ക് പോകണം. താങ്ക് യു മാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ആണ് ഈ സെഷനിൽ ബാക്കിയുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിനി ബാക്കിയുണ്ട്. അത് മാതൃഭൂമി അമൃത വിശ്വവിദ്യാപീഠം ലിറ്ററേച്ചർ ചാമ്പ് മത്സരത്തിൽ നമ്മളൊരു റൈറ്റിംഗ് കോൺടെസ്റ്റ് നടത്തിയിരുന്നു. കേരളത്തിലെ യങ് ആയിട്ടുള്ള ടാലൻസിനെ കണ്ടെത്താൻ 2 വിഭാഗത്തിലായിട്ടാണ് നമ്മൾ ആ മത്സരം നടത്തിയത്. 15 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്കായി രചനാ മത്സരമായിരുന്നു.
ഇംഗ്ലീഷിലായിരുന്നു ആ രചനകൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറി വിഭാഗത്തിലും നോൺ ഫിക്ഷൻ വിഭാഗത്തിലുമായിട്ടാണ് നമ്മൾ ആ മത്സരം നടത്തിയത്. ആ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കാനുള്ള സമയം ആവുകയാണ്. നമുക്കത് വേണമെങ്കിൽ എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. നമുക്ക് ആ സമയം കൂടി എടുക്കാൻ തോന്നുന്നു. പക്ഷെ ആ മത്സര വിജയെ പ്രഖ്യാപിക്കുന്നതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആരാണ്? നമുക്ക് ഒരുപാട് എൻട്രീസ് കിട്ടിയിരുന്നു. 100-ലേറെ കുട്ടികൾ എഴുതി അയച്ചിരുന്നു. അതിൽ നിന്നാണ് ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായ 4 പേരെ, ഫിക്ഷൻ വിഭാഗത്തിൽ 2 പേർ, നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ 2 പേരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ പേര് പ്രഖ്യാപിക്കാൻ പോവാണ്. അതിന്റെ മുന്നേ ഞാൻ ഒരൊറ്റ കാര്യം കൂടി കവിത മാമിനോട്, കാർത്തിക മാമിന്റെ അടുത്ത് ചോദിക്കുക. അതായത് ഇപ്പോ നമ്മൾ MBBS ചെയ്താൽ ഒരു ഡോക്ടറാവും, എഞ്ചിനീയർ കഴിയുമ്പോൾ നമ്മളൊരു എഞ്ചിനീയർ ആവും, ജേർണലിസം കഴിയുമ്പോൾ നമ്മളൊരു ജേർണലിസ്റ്റ് ആവും. പക്ഷെ ലിറ്ററേച്ചർ കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഉറപ്പില്ല, ഞാൻ എന്തിലേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പില്ല. ഒരു കോഴ്സിന്റെ അവസാനം ഒരു പക്ഷേ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ബിടെക് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ 4th ഇയറിൽ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഒരു ഉറപ്പില്ലാതെയാണ് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കാൻ പോവുക എന്ന് മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. അപ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ളത് പാരന്റ്സിനെ സംബന്ധിച്ച്, ഇവരൊരു സക്സസ്ഫുൾ കരിയറിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും എന്നൊക്കെയായിരിക്കും പാരന്റ്സിനെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാവുക. അങ്ങനെ ഒരു ആശങ്കയുടെ കാര്യമുണ്ടോ? എത്ര സമയം നമുക്ക് നമ്മളെ അങ്ങനെ ഒന്ന് കൃത്യമായി എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ എത്ര സമയം എന്നൊരു ആശങ്കയുടെ ആവശ്യമുണ്ടോ? ഷിജ, ഐ എം റിയലി സോറി, ആ ക്രൂഷ്യൽ മിനിറ്റിൽ എന്റെ കണക്ഷൻ പോയി. ഞാൻ ചോദിച്ചത്, നമുക്കിപ്പോ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മളൊരു സക്സസ്ഫുൾ കരിയറിലേക്ക് എത്തുക, നമ്മളെ എപ്പോഴാണ് ലോകത്തിന് മുന്നിൽ ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് കാണിക്കുക എന്നുള്ളത് നമ്മുടെ പാരന്റ്സിനെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉണ്ടാവും, കുട്ടികൾക്കും ഉണ്ടാവും. ആ ഒരു സിമിലർ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബിടെക്കിന് പോയ കുട്ടി അപ്പോഴേക്കും എഞ്ചിനീയർ ആയി, പക്ഷെ നമ്മൾ അപ്പോഴും എവിടെ എത്തിയില്ല എന്നുള്ളൊരു തോന്നൽ വേണം. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയുടെ കാര്യമുണ്ടോ? അതിന് എത്രത്തോളം സമയം എടുക്കും? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. എന്താന്ന് വെച്ചാൽ ഓണസ്റ്റ്ലി ലിറ്ററേച്ചറിൽ നമ്മൾ ഒന്നിലോ അക്കാഡമിക്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്ത് വേറെ എവിടേക്കെങ്കിലും എത്തുന്നു അൺഎക്സ്പെക്റ്റഡ്ലി, അല്ലെങ്കിൽ ജേർണലിസം, അങ്ങനെ കോഴ്സസ് കഴിഞ്ഞിട്ട് ആക്ച്വലി കരിയർ എന്ന് പറയാൻ ഇതൊക്കെ തന്നെ എപ്പോഴും ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തില് ഈ ലിറ്ററേച്ചർ പഠിക്കുന്ന സ്റ്റുഡൻസിനുണ്ടല്ലോ, എന്തും ചെയ്യാൻ പറ്റും. അവർക്കുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് ഇപ്പോൾ ഉള്ളത്, നമ്മുടെ ഈ എൻറ്റയർ ഇക്കോണമി മാറിയിട്ടുണ്ട്. 9 to 5 കോർപ്പറേറ്റ് ജോബ്സ് അല്ലാണ്ട് ഈ ഹോൾ ഗിഗ് ഇക്കോണമി എന്ന് പറയുന്നുണ്ടല്ലോ, ഫ്രീലാൻസ് വേൾഡ്, അത് സഡൻലി നമുക്ക് അവൈലബിൾ ആണ്. അത് ഇന്റർനാഷണലി ഓപ്പൺ ആണ്. ഇപ്പോൾ ഒരു എഡിറ്റോറിയൽ സ്കിൽസിലോട്ട് നല്ലോണം ട്രെയിൻ ചെയ്തു എന്ന് വെച്ചോളൂ. കോളേജ് കഴിഞ്ഞിട്ട് ലിറ്ററേച്ചറൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ബേസിക് സ്കിൽസ് ഉണ്ട്, ഒരു കോപ്പി എഡിറ്റോറിയൽ കോഴ്സ് ചെയ്യാം. സപ്പോസ് കുറച്ച് എക്സ്പെൻസീവ് ആവാം, ചിലപ്പോൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നിന്നിട്ട് ആവും ചെയ്യേണ്ടി വരിക. പക്ഷെ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അത് ചെയ്ത് നമ്മൾ പ്രൊഫഷൻസി കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ എഡിറ്റ് ഫോർ എനി പബ്ലിഷർ എനിവെയർ ഇൻ ദ വേൾഡ്. നമ്മളിപ്പോ നമ്മുടെ ലൊക്കേഷൻ ഇസ് നോട്ട് എനി മോർ ഇമ്പോർട്ടൻറ്റ്. അതേ സമയത്ത് കോണ്ടന്റ് ഡെവലപ്പേഴ്സ് ഉണ്ട്, കമ്പനീസ് ധാരാളമുണ്ട്, അവർക്കൊക്കെ കോണ്ടന്റ് റൈറ്റേഴ്സ് ആവശ്യമുണ്ട്, കോണ്ടന്റ് റൈറ്റിങ്ങിന് എഡിറ്റേഴ്സിനെ ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് എവിടേക്കും പോണ്ട, നമ്മുടെ വീട്ടിലെ ഒരു കണക്ടിവിറ്റിയും നമുക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ധൈര്യമായിട്ട് പോയി നമുക്ക് പറയാം, നമ്മൾ ലിറ്ററേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഗെറ്റ് എ ഗ്ലോബൽ ലെവൽ ജോബ് ദാറ്റ് പേസ്, ആസ് മാം സെഡ് ഏർലിയർ, ഡോളേഴ്സിൽ പേയ്മെന്റും കിട്ടും. അങ്ങനത്തെ അവൈലബിലിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഫൊഗെറ്റ് അബൌട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ് കൺവെൻഷനലി. അതാ ഞാൻ പറയാം. ഡോണ്ട് സേ ഞാൻ ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏത് ഓഫീസിലാണ് പണി കിട്ടുക എന്നല്ല, ഏത് ബിൽഡിങ്ങിലാണ് പണിയെടുക്കുക എന്നല്ല. ഞാൻ വീട്ടിലിരുന്നിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ടു ബ്രിങ് ഇൻ ദ മണി, ടു ബ്രിങ് ഇൻ ദ കണക്ഷൻസ്, ടു ബ്രിങ് ഇൻ ദ ഇൻഫ്ലുവൻസ്, നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഈ കമ്പ്യൂട്ടറിനകത്ത് ഇപ്പോൾ ഉണ്ട്. ആ ഒരു ധൈര്യത്തിൽ പഠിക്കാൻ തുടങ്ങിയാൽ ഐ തിങ്ക് ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് പറഞ്ഞു നിർത്താം? എന്തായാലും ഇനി നമുക്ക് സത്യമാണ്, ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എഞ്ചിനീയർ ആവാനേ പറ്റുള്ളൂ, മെഡിസിൻ പഠിച്ചാൽ ഡോക്ടർ ആവാനേ പറ്റുള്ളൂ. പക്ഷെ ലിറ്ററേച്ചർ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തും ആവാം, ഒരു വലിയ സ്കൈ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം ഈ സെഷൻ ബ്രീഫ് ചെയ്യാൻ തോന്നുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കാത്തിരിക്കുന്ന ആ മൊമെന്റിലേക്കാണ്. ഈ കേരളത്തിലെ ഏറ്റവും യങ് ആയിട്ടുള്ള ടാലൻസിനെ നമ്മൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഈ മത്സരത്തിൽ പങ്കെടുക്കാത്ത വലിയ ടാലൻസ് ഉണ്ടാവും, എന്നാൽ ഈ മത്സരത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് ഏറ്റവും
മിടുക്കന്മാരും മിടുക്കികളുമായ 4 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ആദ്യം ഈ സെഷനിൽ നമ്മൾക്ക് ഇത് പ്രഖ്യാപിക്കാനായി നമ്മളോട് കൂടെ ഉള്ളത് അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അമൃതപുരിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അവിടുത്തെ പ്രൊഫസർ ഡോക്ടർ VM നന്ദകുമാരൻ, പ്രിൻസിപ്പൽ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് അമൃതപുരി, പ്രൊഫസർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. സോറി സർ, ആ ചെറിയ കൺഫ്യൂസിംഗ് ആയ റിമാർക്സിന്. അപ്പോൾ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിജയികളെ സാറാണ് പ്രഖ്യാപിക്കുക. നമുക്ക് ആദ്യം സബിനിലേക്ക് ഒന്ന് പോവാം എന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ഈ വിജയികളെ തെരഞ്ഞെടുത്തത്? എന്തായിരുന്നു ഇതിന്റെ ഒരു ക്രൈറ്റീരിയ? നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതി അയച്ചതിൽ നിന്ന് 4 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയ വേണമല്ലോ. എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം ശ്രീ നന്ദകുമാരൻ സാറിലേക്ക് പോകും. എനിക്ക് കിട്ടിയ ഷോർട്ട് ലിസ്റ്റിൽ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ ബേസിക് ഒരു ഫിക്ഷൻ റൈറ്റിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും കാർത്തിക പോലെയുള്ള ആളുടെ മുമ്പിൽ ഇരുന്ന് ഇതൊന്നും സംസാരിക്കാൻ യോഗ്യനല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കാർത്തിക വായിക്കുന്ന അത്ര മാനുസ്ക്രിപ്റ്റ് ഒന്നും ഇവിടെ ആരും വായിക്കാറില്ല, മനസ്സിലായില്ല. ഐ മീൻ ഓണസ്റ്റ്ലി, ഐ മീൻ ദാറ്റ്സ് തിങ്. പക്ഷേ എനിക്ക് കിട്ടിയതിനകത്തുനിന്ന് ഈ ബേസിക് സാധനം റീഡബിലിറ്റി ആണ്. ഒരു ഫിക്ഷനിൽ ഒരു കഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, എസ്പെഷ്യലി ചെറിയൊരു വലിയ ബുക്ക് എക്സ്പെരിമെന്റൽ നോവലൊക്കെ ഇപ്പൊ വരും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളൊരു കഥ എഴുതുമ്പോൾ ഒരാളെ വായിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ബേസിക് സ്റ്റോറി ടെല്ലിംഗ് സ്കില്ല് കുറവായിരുന്നു. അപ്പൊ അതിനകത്തൊരു സാധനം ഇപ്പൊ മാമിനെ പോലെയുള്ളൊരു നിങ്ങൾ ഫിക്ഷൻ എഴുതാൻ എൻകറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ ഇപ്പൊ ഒരുപാട് റൈറ്റിംഗ് വർക്ക്ഷോപ്സും അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. പിന്നെ ലാംഗ്വേജ്, ഇപ്പോ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു, ഞാൻ കുറെ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. ഇപ്പം ഇതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഫിക്ഷൻ ജഡ്ജ് ചെയ്യുമ്പോൾ തെറ്റ് നോക്കാറില്ല. എന്നാൽ പോലും ഇപ്പൊ ഈ കുട്ടികളായതുകൊണ്ട് ഞാൻ പറയാം, അപ്പൊ അതിനകത്ത് അവരുടെ ലാംഗ്വേജിന്റെ യൂസേജും കാര്യങ്ങളും ഒരുപാട് തെറ്റും. ഇപ്പൊ മലയാളം വാക്കുകൾ ഉപയോഗിച്ചത് കുഴപ്പമില്ല. അത് ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് എൻ എക്സ്പെരിമെന്റ്. ഇപ്പൊ നമ്മൾ കേട്ടാതെ വിളിക്കുന്നതും നമ്മൾ കൊടിമരം ഉപയോഗിച്ചു, ഇപ്പൊ അരുന്ധതിയൊക്കെ അത് ഉപയോഗിച്ച് ഇങ്ങനെ അത് വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓക്കെ. അത് അറിവില്ലായ്മയിൽ നിന്ന് എഴുതുന്നതും മനഃപൂർവ്വം യൂസ് ചെയ്യുന്നത് രണ്ടാണ്. അപ്പൊ ലാംഗ്വേജ് പാർട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബേസിക് ക്രാഫ്റ്റ്, അതിപ്പോ അവർ ടു ഏർലി ടു ജഡ്ജ് ഓൺ ദ ക്രാഫ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ഈ ഒരു ഒബ്സർവേഷൻ ആണ് ഫിക്ഷനിൽ എനിക്കുള്ളത്. നോൺ ഫിക്ഷനിൽ പിന്നെ അവർക്ക് ബേസിക്കലി ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണെന്നുള്ള ഒരു വേർതിരിവൊന്നുമില്ല. ഇപ്പൊ അത് ഓൾറെഡി ഇല്ല. ക്രിയേറ്റീവ് നോൺ ഫിക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ സ്വന്തം കാര്യം എഴുതി അത് ഫിക്ഷൻ ആവാം. പക്ഷെ എന്നാലും ആ സ്ട്രക്ചറിന്റെ ഒരു കുറവ് നോൺ ഫിക്ഷനിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ പിക്ക് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അവരിപ്പോ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ വായനയുടെ ഒരു കുറവ് കാണുന്നുണ്ട് ഇതിനകത്ത്. വായിച്ചാലേ അത് ശരിയാവുള്ളൂ. താങ്ക് യു. ഇനി നമ്മൾ ഈ വിജയികളെ പ്രഖ്യാപിക്കുന്നതിലേക്ക് കടക്കുകയാണ്. അതിന്റെ മുന്നേ ഡോക്ടർ VM നന്ദകുമാരൻ, പ്രിൻസിപ്പൽ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് അമൃതപുരി, അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അതിനുശേഷം അദ്ദേഹം ഈ 4 വിജയികളെയും പ്രഖ്യാപിക്കും. സർ. താങ്ക് യു. സോ ഈ വെർച്വൽ വേദിയിലും വെർച്വൽ സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനൊരു വെർച്വൽ ഇത് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫംഗ്ഷനിൽ പങ്കെടുത്ത് വെർച്വലായിട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ച മാതൃഭൂമിയുടെയും അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെയും ഭാരവാഹികൾക്ക് നന്ദി. ഐ എം ക്വൈറ്റ് ഓണേർഡ് ബൈ ദിസ് ഗെസ്റ്റർ. So I understand that for the last about 10 days, maybe not 10 days, it started I think on August 5th and continued up to August 15th if I remember right. This competition was there, story writing as well as writing in non-fictional thing, and now today is the concluding day for that. My only qualification to be here is probably because I am the principal of the School of Arts and Sciences. Other than that, I probably read a little bit, both fiction as well as non-fiction. But that may not be the reason why I have been invited to come here. Anyway, my literature is
not very much. I am a person with pakka science background, that too, very hard science, physics. But still, I keep in touch with the literature a little bit. See, in one of the discussions, I heard how children can be made interested in reading habits. I was one of the examples. My father was very particular that I should keep reading books. So at every stage of my school days, he used to get me appropriate books. As somebody said about Shakespeare's books, I was given Lamb's Tale of Shakespeare. But the only condition is I must read it and then tell him what I have read. That's all. I mean, we'll have discussions. Initially, I found it very, very difficult because you have to read and then you have to tell him. But after some time, I started enjoying it. And then I started looking forward to it. And that habit I still continue. Maybe that's one way to make people interested in the subject, but may not, maybe the present day students may not fall for that. Having said that, I will now come to the main things. As I said, I can't ആധികാരികമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അത്രയധികം ലിറ്ററേച്ചറിലുള്ള പരിജ്ഞാനമില്ല. So what I will do is, ആദ്യം ഈ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികളും അതിൽ പങ്കെടുത്ത മറ്റു കുട്ടികളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. 4 കുട്ടികൾക്ക് സമ്മാനം കിട്ടി, ബാക്കി പിള്ളേർക്ക് സമ്മാനം കിട്ടിയില്ല. പക്ഷെ എന്നാലും ആ കിട്ടാത്തവർക്കും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഇതൊരു കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ എന്ത് ക്രൈറ്റീരിയനാണെങ്കിലും 3-4 പേര് വിജയിക്കും. ദാറ്റ് ഡസൻറ്റ് മീൻ ദ അതേഴ്സ് ആർ ബാഡ്. So I congratulate those people also for this. It must have been a very tough job to choose 4 out of those. And the judges have done a very, very commendable job. Okay, now I would like to make the following statements. See, many of you have probably started writing, and this kind of ability to write is an inborn talent. എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റിയെന്ന് വരും, പക്ഷേ ആ കഥ ചിലപ്പോൾ ബാക്കിയുള്ളവർ വായിക്കില്ല. അപ്പം ഞാനൊരു കഥ എഴുതുകയാണെങ്കിൽ മേ ബി ഐ ആം ദ ഓൺലി വൺ ഹു വിൽ റീഡ് ദാറ്റ്. അതേഴ്സ് മേ നോട്ട് റീഡ് ഇറ്റ്. ദാറ്റ്സ് എ ഡിഫറൻസ്. സോ ദാറ്റ് ഇൻബോൺ ടാലന്റ് ഈസ് ഓൾവേസ് ദയർ. സം സ്റ്റുഡൻസ് ഹാവ് ഇറ്റ്, സം പീപ്പിൾ ഡോണ്ട് ഹാവ് ഇറ്റ്. ആൻഡ് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് യു കനോട്ട് ഗിവ് ട്രെയിനിങ്. Because you can give training will make them a little more polished. As the judge said, it will improve their language. It will improve probably their style of writing. Other than that, what comes out of the mind will be what is something inborn. എനിക്കിതിൽ പങ്കെടുത്ത കുട്ടികളോട് പറയാൻ ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ പലർക്കും പല ജാതി ടാലൻസ് കാണും. ചിലർക്ക് സയൻസിൽ പോകണമെന്ന് ഉണ്ടാവുമായിരിക്കും, പക്ഷെ പലർക്കും ലിറ്ററേച്ചറിൽ പോകാനുള്ള താല്പര്യം കാണും. അവർക്ക് അവരുടെ സബ്ജക്റ്റിൽ കൂടാതെ പലർക്കും പലതരത്തിലുള്ള താല്പര്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, those people who came for this competition, they had some talent for writing. There may be others who may be interested in music. Music ഇഷ്ടമുള്ള പല ആൾക്കാരുണ്ട്. ഇൻഫാക്ട് പലരും ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ പഠിച്ച് നല്ല ലെവലിൽ എത്തിയ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ചിലർക്ക് പെയിൻറ്റിങ് താല്പര്യമുണ്ട്. ഓയിൽ പെയിൻറ്റിങ് ചെയ്യും, ഡു വാട്ടർ കളേഴ്സ്, ബോത്ത് അബ്സ്ട്രാക്ട് ആൻഡ് റിയലിസ്റ്റിക്. ചില കുട്ടികൾ കളിക്കാൻ താല്പര്യമുള്ളതായിരിക്കും, ക്രിക്കറ്റ് കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യും. ആ കഴിവ് അവരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. എന്ത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും, സയൻസ് പഠിക്കുകയാണെങ്കിലും, ലിറ്ററേച്ചർ പഠിക്കുകയാണെങ്കിലും, എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിലും, they should be able to retain that ability, the extra ability that they have. ഇത് പറ്റുമെന്ന് പലർക്കും ഒരു സംശയം കാണും. ഈ പഠിക്കുന്നതിനിടയിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ കോഴ്സോ അല്ലെങ്കിൽ സയൻസ് കോഴ്സോ പഠിക്കുന്നതിനിടയിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ പീപ്പിൾ ഹാവ് ഡൺ ഇറ്റ്. ഐ വിൽ ഗിവ് എ കപ്പിൾ ഓഫ് എക്സാമ്പിൾസ്. Some of our own processes. See, for example, there is this Professor S. Chandrasekhar, who was an astrophysicist, Nobel Prize winner. He had interest in Shakespeare literature. Interest means he was passionately interested in that. He used to follow that. Then he had interest in music, both Carnatic music and Western classic. And there are people like Albert Einstein,
Albert Einstein was one of the top scientists of the 20th century. He was equally known for his ability to play violin. Apparently, he could accompany people professionally. He had that much standard. Then there are persons like Schrödinger, who was the co-founder of quantum mechanics. He had a deep interest in Upanishads. He learned Sanskrit and read the Upanishads in the original. At the same time, he was doing fantastic work in his chosen field of physics. Then there is a classic example of Niels Bohr. He is a person from Copenhagen. He also won Nobel Prize, but he was a professional football player for the Denmark country. He and his brother were professional footballers. So at the same time, when they were following their choice subject, they were still keeping up their interest to a certain extent. So my request to these students, not only the winners, but also all those people who participated, is that if you have some talents, keep it up. Try to pursue that along with your regular classes. In the discussion we had, whether what is the kind of career that you can choose. ഈ എഞ്ചിനീയറിംഗ് കോഴ്സോ സയൻസ് കോഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോഴ്സുകളും മാത്രമല്ല എഡ്യൂക്കേഷൻ. എല്ലാ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിൽ താല്പര്യം ഉണ്ടാവും, ആരും അതിൽ പോകും. പക്ഷെ നമുക്കിപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ there are a lot of pressures on children. Peer pressure as well as pressure from parents. Parents പറയും you have go for engineering. കുട്ടികൾ പറയും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു, why don't you come with that? Actually, the student may not be interested in it. I was typically an example myself, but that was long back. I got admission in engineering. I said I am not going to take that up. Fortunately, my parents listened to me. So then they asked me, what are you going to do? So I said, I'm going to learn physics. So then he asked me, you know what you can do with physics? So I specifically told him, I will take physics, I postgraduate, I take PhD from somewhere and become a teacher. And that's precisely what I did. So you should have some kind of course, not all students will have aim, but many people will have their own views about what they would like to be. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പിയർ പ്രഷേഴ്സോ പാരന്റൽ പ്രഷറോ നോക്കിയിട്ട് നല്ല ഒരു കോഴ്സ് എടുക്കണം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് ആർ ടിപ്പിക്കൽ എക്സാമ്പിൾ വിച്ച് ഹാപ്പൻഡ് ഇൻ അമൃത. ഞാൻ ഫിസിക്സിൻ്റെ ഹെഡായിരുന്ന കാലത്ത് അവിടെ ഒരു സ്റ്റുഡൻറ്റ്, വെരി ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, ഈ ജോയിൻഡ് ആഫ്റ്റർ എ വെരി ബ്രില്യൻറ്റ് സ്കൂൾ എഡ്യൂക്കേഷൻ, നല്ല മാർക്കോടുകൂടി ജോയിൻ ചെയ്തു. ഒരു ദിവസം ഈ സ്റ്റുഡൻറ്റിൻ്റെ 2 പാരൻസ് എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ മിടുക്കനായിരുന്നു, നല്ല മാർക്കുണ്ടായിരുന്നു, നല്ലോണം സംസാരിക്കും, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ബിക്കേം വെരി മൂഡി, വെരി ഡിപ്രസ്ഡ്, ആരോട് സംസാരിക്കില്ല, മുഖത്ത് നോക്കില്ല, മാർക്കും വളരെ കുറഞ്ഞു. എന്തായിരുന്നു കാരണം? So I wasn't sure what happened. So I called this boy and then asked him, what has happened to you? He refused to tell me. He refused to look at me. Finally, after a lot of persuasion, he told me he is not interested in learning physics or mathematics. The moment he starts learning mathematics and physics, he loses interest. So then I told him, what is your interest? My interest is literature. I want to do film scripting and all those things. My parents don't approve that. Finally, I had to tell the parent, this is the reason why your son is like this. So either you take him and put him in a literature thing, or he may continue like this. Fortunately, they understood the thing and they discontinued the course after 2 years and took him, I think, for some course. What I want to show is, so since they couldn't recognize his inclinations, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല തുടക്കത്തിൽ. അതുകൊണ്ട് ഈ സ്റ്റുഡൻറ്റിന് 2 കൊല്ലം നഷ്ടമായി, വിച്ച് ഈസ് വെരി ക്രിട്ടിക്കൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ഹിസ് കരിയർ. അത് അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. നമ്മളത് കുട്ടികളെ മനസ്സിലാക്കേണ്ടി വരും.
പലപ്പോഴും നമുക്ക് പാരൻസിനും ഒരു ടെൻഷനാണ് ഈ എഞ്ചിനീയറിംഗ് എടുത്തില്ലെങ്കിൽ എങ്ങനെ ഇവർ ജീവിതത്തിൽ ഉയർന്നു വരും എന്നുള്ള ധാരണയാണ്. ആ ധാരണ ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ if you are good in anything, if you are good in any subject, I think you are going to come up. I mean, no matter what happens, this is my philosophy in life. You have to be good at it. I remember Professor Raman's statement once. If you want to be a good thing, you must be the top in that field. You can be anything. You can be literature, physics, science, chemistry, or even a politician. But if you are a politician, then you must be the top in that. That was his comment to his son, Professor C.V. Raman. So my feeling is that one doesn't have to really worry about the career. You have to be good. And you will be good if you follow a career, a educational career in which you are interested in. So this is one thing that I want to stress. Now I thought I will speak something about the courses in Amrita, but I believe Dr. Beena has already said that. What are the characteristics of the courses? The only thing I want to tell is we have a 5-year integrated program where the students after +2 can join. And all the specific things were already discussed by Dr. Beena, and I am not going to repeat that. And also the career options also she has very specifically said. What are career options that you can have other than the traditional career of being a teacher? Being teacher is a good thing also because teachers can inspire a lot of persons. I must say that again, I must say the following. I was singularly lucky that I had good teachers right from my school days to my PhD. And in a very, very specific way, they have influenced me. I remember when I completed my PhD and then took to teaching, I went to one of my professors whom I respect very much and said, I'm going to take up teaching. I'm going to University of Calicut to take up a position as teaching. Then he said, I want to give you one advice. The advice is, you may be teaching the same subject for 15 years continuously. Every year you teach the same subject. But if you go for the 16th time, go prepared to the class. Read whatever is new in that. And I have been following that. And I find that advice has always been useful. You will always find something useful if you read it again and again and again. So this is what I said. You can. There must be teachers to inspire you. That happened. In that way, as I said, I was singularly lucky. School days to my college days through up to PhD. So my request to parents will be, കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നല്ല പറയുന്നത്, അവരുടെ താല്പര്യത്തിനുള്ള സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സമ്മതിക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് ഡിപ്രഷൻ ഉണ്ടാവും. അങ്ങനെ ഡിപ്രഷൻ വരുമ്പോൾ പിന്നീട് നമുക്കത് ശരിയാക്കണമെങ്കിൽ ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കും. അങ്ങനെ വരാൻ അനുവദിക്കരുത്. If they learn a subject which they like from the very beginning, they are going to do well no matter what happens. And when they do well, they will also do well in life. So my advice is to all the students, വായിക്കുക, ധാരാളം വായിക്കുക, പഠിക്കുക, ചിന്തിക്കലും വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. വീണ്ടും വായിക്കുക, വീണ്ടും പഠിക്കുക, ചിന്തിക്കുക. And this process has to continue throughout your life. Only then you will be successful in life. I don't want to say anything more. With these few words, I conclude. Thank you all for listening patiently to these words. യെസ് സാർ, അപ്പോൾ നമുക്ക് ഇനി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. സാർ ഓരോ പേരായി പറയുമ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം. ആദ്യം ആരെയാണ് ഇത്, ഏത് കാറ്റഗറിയിലാണ് ആദ്യം വരുന്നത്? നമുക്ക് ആദ്യം നോൺ ഫിക്ഷൻ പറയാം. മാതൃഭൂമിയും അമൃത വിശ്വവിദ്യാപീഠവും കൂടെ സംഘടിപ്പിച്ച ലിറ്ററേച്ചർ ചാമ്പ് പരിപാടിയുടെ ഭാഗമായി നടത്തിയ റൈറ്റിംഗ് കോൺടെസ്റ്റിലെ വിജയികളെയാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ആദ്യം നമ്മളുടെ
നോൺ ഫിക്ഷൻ രണ്ടാം സ്ഥാനക്കാരിയാണ് ആദ്യം പറയുന്നത്, അതിനുശേഷം ഒന്നാം സ്ഥാനത്തുള്ള. പറയട്ടെ. The second prize goes to Anamitra Ravishankar. Yes. Anamitra Congratulations, Anamitra. Congrats, Anamitra. Mitra കൊച്ചി കലൂരിലെ 7th Day Adventist സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തിരുവനന്തപുരം സ്വദേശിനിയാണ്. കൊച്ചിയിൽ കഴിഞ്ഞ 2 ഉള്ളത്. അപ്പോ അനമിത്രയാണ് നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ 2ാമത്. ഓക്കെ, ഇനിയും തേടി എത്തട്ടെ, ഒരുപാട് എഴുതാൻ കഴിയട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. എന്തിനെ കുറിച്ചാണ് അനാമിക എഴുതിയത് ഒന്ന് പറയാമോ? COVID-19 and how it affected. Okay. So it's a topical. Very good. It's a topical. Keep it up. ഈ കഴിവ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. Thank you. ഇനി നമുക്ക് ഒന്നാം സ്ഥാനം ആർക്കാണ് പ്രഖ്യാപിക്കാം? Okay, the first prize in the non-fiction category goes to Krishna Muralidharan. Krishna Muralidharan. സർ, അത് ഫിക്ഷൻ വിഭാഗത്തിലെ ഫസ്റ്റ് പ്രൈസ് ആണ്. നോൺ ഫിക്ഷൻ എനിക്ക് തന്നിട്ടുള്ളത് അങ്ങനെയല്ലല്ലോ. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളത്, എനിക്ക് ഐ ഹാവ് സെൻഡ് ദിസ്, അഞ്ജന ഹാഡ് സെൻഡ് മീ. Okay, sorry, I think there is a mistake. It's Anirudh Gangadharan. അതെ, Anirudh Gangadharan. Congratulations, Anirudh. Congratulations, Anirudh, for getting the first prize. Thank you, sir. How do you feel? I feel very good. Happy, sir. What is the topic that you wrote on? Sacred realms. Huh? About sacred realms. It's about spirituality in daily life. Okay, good. The importance of spiritual life. അനിരുദ്ധ്, നമുക്ക് ഇപ്പോൾ നേരത്തെ ശ്രീ സബിനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അനിരുദ്ധ് പഠിച്ചത്. അവിടെ നിന്നാണ് 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ CBSE ആണ്. ഇപ്പോൾ 12th കംപ്ലീറ്റ് ചെയ്തു. ലിറ്റിൽ റോക്ക് ഇന്ത്യൻ സ്കൂൾ, ബ്രഹ്മാവർ, ഉടുപ്പി ഡിസ്ട്രിക്ട്, കർണാടക. അപ്പൊ ഇപ്പം കേരളത്തിൽ നിന്ന് പോയല്ലേ? അതെ, മലയാളം 12th കഴിഞ്ഞു. ഓക്കെ. എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് അനിരുദ്ധ്? മെഡിസിൻ. All the best. ലിറ്ററേച്ചറും അല്ലെങ്കിൽ ഭാഷയൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. കൺഗ്രാറ്റുലേഷൻസ് അനിരുദ്ധ്. Yes, thank you. ഓക്കെ, ഇനി നമുക്ക് ഫിക്ഷനിലേക്ക് കടക്കാൻ തോന്നുന്നു സർ. Okay. So the second prize goes to Srihari Kodakkal. ശ്രീഹരി കൊടക്കൽ. ശ്രീഹരിക്കാണ് ഫിക്ഷനിൽ 2ാം സ്ഥാനം. കുഞ്ഞാണ് അല്ലേ? ശ്രീഹരി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. കഴക്കൂട്ടം, തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീഹരി. ഫിക്ഷനിൽ 2ാം സ്ഥാനമാണ് ശ്രീഹരിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ എഴുതിയത് ശ്രീഹരി? മാം, എന്റെ സ്റ്റോറി ലൈഫ് ഓഫ് എ കെയറോണ വൈറസ് എന്നുള്ള ടോപ്പിക്കിലായിരുന്നു. കെയറോണ വൈറസ്, ഒരു കറോണ വൈറസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയതാ. അത് ശരി. ബോഡിയിൽ കയറിയിട്ടുള്ള പരിപാടികളൊക്കെ. That is very interesting. Congratulations. Does the virus think in your story? യെസ് സർ. അത് ഒരു വൈറസിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു ഹ്യൂമൻ വേൾഡിൽ വന്നപ്പോൾ ഒരു വൈറസിന്റെ പെർസ്പെക്റ്റീവ്. അമ്മ വേറൊരു ബോഡിയിലും മോൻ വേറൊരു ബോഡിയിലായി പോയി. Good story. Yes, congratulations ശ്രീഹരി. അപ്പൊ ഇനി നമ്മുടെ ഫിക്ഷനിലെ ഫസ്റ്റ് പ്രൈസ് വിന്നറിനെയാണ് അടുത്തത് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. The fiction category, the first prize goes to Krishna Muralidharan. കൃഷ്ണ മുരളീധരൻ. കൃഷ്ണ, congratulations. Congratulations, Krishna. There is some. Congratulations. Krishna.
കൃഷ്ണ മുംബൈയിലെ SIES കോളേജിൽ നിന്ന് ഇപ്പോൾ 12th കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ എന്താ എഴുതിയത് കൃഷ്ണ? ബോംബെന്ന് കേരളത്തിലേക്കുള്ള ജേർണീനെ പറ്റിയിട്ടാണ് എഴുതിയത്. ഓക്കെ. ട്രെയിൻ യാത്രയാണോ പ്ലെയിൻ യാത്രയാണോ? സ്റ്റോറി ഓറഞ്ച് ഫ്ലൈസ് എന്ന് പറഞ്ഞ ചെറിയ സ്റ്റോറിയാ. അപ്പൊ നല്ലൊരു നമുക്കൊരു കുറച്ച് ഇവക്കേറ്റീവ് ആണ്, കുറെ ഇമേജറീസ് ഒക്കെ വെച്ചിട്ട് കുഞ്ഞു സ്റ്റോറിയാണ്, പക്ഷെ ശരിക്കും വായിച്ചു പോകാൻ രസമുള്ള ഒരു സ്റ്റോറി. അപ്പം ഇനി ഒരുപാട് എഴുതട്ടെ. ഇതൊരു ചെറിയ തുടക്കം മാത്രമാവട്ടെ. ഇനി വലിയ വലിയ നേട്ടങ്ങളൊക്കെ തേടിയെത്തട്ടെ. എപ്പോഴും എഴുത്ത് കൂടെ ഉണ്ടാവട്ടെ കൃഷ്ണ. താങ്ക് യു. ശരി, അപ്പൊ നമുക്ക് എന്തായാലും വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ അനമിത്ര രവിശങ്കറാണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് അനിരുദ്ധ് ഗംഗാധരൻ. ഫിക്ഷൻ വിഭാഗത്തിൽ ശ്രീഹരി കൊടക്കൽ ആണ് 2ാം സ്ഥാനം. കൃഷ്ണ മുരളീധരൻ ആണ് 1ാം സ്ഥാനം. ഇവർക്ക് മാതൃഭൂമിയും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ്, ഒപ്പം പ്രൈസ്, ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ സെഷൻ നമ്മളിപ്പോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപക്ഷെ ഈ സമയമായതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ലൈവില് ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് എല്ലാവർക്കും ഇത് നമ്മുടെ മാതൃഭൂമി .com എന്ന ഫേസ്ബുക്ക് പേജിൽ ഈ ഹോൾ വെബിനാർ സെഷൻ അവൈലബിൾ ആണ്. അവർക്ക് എല്ലാവർക്കും ഇത് മുഴുവൻ കാണാം. മാതൃഭൂമി ലിറ്ററേച്ചർ ചാമ്പ് എന്ന ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ സന്തോഷവും ഒപ്പം ഹൃദയം നിറഞ്ഞ നന്ദിയും ശ്രീ സബിൻ ഇക്ബാൽ, ഡോക്ടർ ബീന സർ, ശ്രീ സാറിന്റെ പേര് മാത്രം ഞാൻ എപ്പോഴും മറന്നുപോകും, നന്ദകുമാരൻ നായർ സർ, ഡോക്ടർ VM നന്ദകുമാരൻ, ഒപ്പം ശ്രീമതി കാർത്തിക, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ഒരു സെഷനെ ഇത്ര സക്സസ്ഫുൾ ആക്കി, ഇത്ര സിമ്പിൾ ആക്കി, ഇത്ര ഭംഗിയാക്കി, ഇത്ര എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് എല്ലാവർക്കും നന്ദി. ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. താങ്ക് യു. Thank you so much.